സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണി അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ഗൃഹസ്ഥനും അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെക്കുറിച്ചാണ് അബ്ദുൽ സ്വാമി ഇത്രയും നേരം പറഞ്ഞത്. യാദൃശ്യമായിട്ടായിരിക്കാം അത് സ്വാമി പറഞ്ഞ കാര്യങ്ങളുടെ കുറേ കാര്യങ്ങളാണ് ഞാനും നോട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണിത്. ഇപ്പം ഗൃഹസ്ഥനും ഗൃഹസ്ഥാശ്രമിയും അതെന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഗൃഹസ്ഥനും ഗൃഹസ്ഥാശ്രമിയും അത് തമ്മിൽ എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? എല്ലാ ഗൃഹസ്ഥരും ഗൃഹസ്ഥാശ്രമികളാണോ, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമി ഒരു വെറും ഗൃഹസ്ഥൻ മാത്രമാണോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം. സ്വാമിജി പറഞ്ഞ ആ ഒരു ഭാഗം അത് തന്നെയാണ്. കാര്യം ഒരു സന്യാസിയെപ്പോലെ തന്നെയാണ് ഗൃഹസ്ഥൻ മാറുകയാണെങ്കിൽ അത് ഗൃഹസ്ഥാശ്രമിയാണ്. ഗൃഹസ്ഥനെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നം, അയാൾ നമ്മളെല്ലാവരും ഈ ലൗകികമായ എല്ലാ പ്രശ്നങ്ങളിലും കിടന്നിങ്ങനെ കൂടിക്കുഴഞ്ഞുകൊണ്ടിരിക്കും. നമുക്കൊരു ഉത്തരവൊന്നും കിട്ടുന്നില്ല. എല്ലാ പ്രശ്നങ്ങളും നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈ പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇങ്ങനെ ഭാരം ചുമന്ന് അങ്ങ് അവസാനിക്കും. അവസാനം വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നഷ്ടബോധത്തോടു കൂടിയുള്ള ഒരവസാനവും സംഭവിക്കും. ഒരു ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സും അയാൾ ബാധിക്കുന്നുണ്ട് അയാളെ. എന്നാൽ അതൊന്നും തന്നെ അയാളുടെ സാധനാക്രമങ്ങളെയോ ഈശ്വര ചിന്തയെയോ ഒരിക്കലും, അല്ലെങ്കിൽ ആ ഒരു ഈശ്വര ലക്ഷ്യത്തിലേക്കുള്ള അയാളുടെ യാത്രയെ ഒരിക്കലും ബാധിക്കുന്നില്ല. അയാൾ പൂർണ്ണമായും ആ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിലായിരിക്കും ഊന്നി നിൽക്കുക. അതിനാണ് അയാൾ പ്രാമുഖ്യം കൊടുക്കുക. മറ്റെല്ലാം സെക്കൻഡ് ചാൻസാണ്. ഗൃഹസ്ഥാശ്രമി ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള സഞ്ചാരത്തിലേക്ക് തയ്യാറെടുക്കുമ്പോഴാണ് അതിനാണ് ഏറ്റവും കൂടുതൽ പ്രോമിനൻസ് കൊടുക്കുക. മറ്റതെല്ലാം നമുക്ക് പ്രയോജനമില്ലാത്തതാവും, അല്ലെങ്കിൽ നമ്മൾ അതിനൊന്നൊരു വാല്യൂവും കൽപ്പിക്കാത്തതാവും. അപ്പം ഇത് ശ്രീരാമകൃഷ്ണദേവൻ തന്നെ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു കാര്യം. കാരണം ഈശ്വരനെ എങ്ങനെയാണ്, അത് വിജയകൃഷ്ണ ഗോസ്വാമി ചോദിച്ചതിന് ഉത്തരമായിട്ടാണ്. ഈശ്വരനെ സ്നേഹിച്ചാൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാം കിട്ടുമോ, അത് ശരിയാണോ എന്ന് ശ്രീരാമകൃഷ്ണദേവനോട് ചോദിച്ചതാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ തിരിച്ച് ആ ആളോട് ചോദിച്ചത്, നീ ഈശ്വരനെ മറ്റെന്തിനേക്കാളുമേറെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. അപ്പോഴാണ് അയാൾ ആലോചിച്ചത്, ശരിയാണ്, ഞാൻ ഈശ്വരനെ അങ്ങനെ സ്നേഹിച്ചിട്ടില്ല. അപ്പം നമ്മൾ തന്നെ നമ്മുടെ മകനെയാണോ നമുക്ക് ഇഷ്ടം, ഈശ്വരനെയാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ നമ്മൾ ഈശ്വരനെ തള്ളിക്കളയും, ഉറപ്പാണ്. അല്ലെങ്കിൽ നമ്മളുടെ കൊച്ചുമകനെയാണോ നമുക്കിഷ്ടം, അല്ലെങ്കിൽ കൊച്ചുമകളെയാണോ നമുക്കിഷ്ടം, അതിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഈശ്വരനെ നമ്മൾ തള്ളിക്കളയും. രണ്ടിലൊന്നേ സ്വീകരിക്കാവൂ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ എടുക്കുകയുള്ളൂ. ഇതാണ് ഗൃഹസ്ഥൻ്റെ ഒരു പ്രശ്നം. ഇതാണ് ഈ ഡിഫറൻസ് എന്ന് പറയുന്ന, ഈ ഗൃഹസ്ഥാശ്രമിയുടെയും ഗൃഹസ്ഥൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ സ്വാമി നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗൃഹസ്ഥാശ്രമിക്കാണ് പെട്ടെന്ന് ഈശ്വര സാക്ഷാത്കാരത്തിന് പറ്റുക, സന്യാസിക്ക് അത് പറ്റില്ല. സന്യാസി ഒരുപാട് ത്യജിക്കണം, ജീവിതത്തിൽ സമ്പൂർണ്ണമായിട്ടും ത്യജിക്കണം. എല്ലാ സുഖങ്ങളെന്ന് നമ്മൾ കരുതുന്നതെല്ലാം ത്യജിക്കണം, എല്ലാം ത്യജിക്കണം. അതേസമയം ഗൃഹസ്ഥാശ്രമിക്ക് എല്ലാം സ്വീകരിക്കാം, എന്തും സ്വീകരിക്കാം, ഒരു തടസ്സവുമില്ല, അതിനൊരു തടസ്സവുമില്ല. എന്നിട്ട് ഈശ്വര സാക്ഷാത്കാരം കിട്ടുക.
എന്താണോ നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നത്, നമുക്ക് ആഗ്രഹമുള്ളത്, അതെല്ലാം നമുക്ക് സ്വീകരിക്കാം. ഒന്നും ത്യജിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഈ ലോകത്ത് നമുക്ക് മുന്നിൽ കാണുന്നതെല്ലാം സ്വീകരിക്കാം. ഒരു സന്യാസിക്ക് അത് പറ്റില്ല, പക്ഷെ ഒരു ഗൃഹസ്ഥാശ്രമിക്ക് അത് പറ്റും. പക്ഷെ അൾട്ടിമേറ്റ് ലക്ഷ്യപ്രാപ്തി എന്ന് പറയുന്ന രണ്ടു പേർക്കും ഒന്നാണ്, ഈശ്വര സാക്ഷാത്കാരം. സന്യാസിക്ക് അതൊരു ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വച്ചാലേ ഈശ്വര സാക്ഷാത്കാരം കിട്ടാനുള്ളൊരു സാധ്യതയുള്ളൂ. അതും സാധ്യതയാണ്. ഗൃഹസ്ഥാശ്രമിക്ക് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടാണെങ്കിലും ഈശ്വര സാക്ഷാത്കാരം. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ഞാനിവിടെ ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യം. അപ്പം അങ്ങനെയുള്ള 3 ഗൃഹസ്ഥാശ്രമികളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗൃഹസ്ഥാശ്രമികൾ എന്ന് പറയുമ്പോൾ 3 പേരെയാണ് ഞാൻ 3 പേരുടെ 3 ഗൃഹസ്ഥാശ്രമികളുടെ ജീവിതത്തെയാണ്, അവരെങ്ങനെയാണ് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിയത്. ഭഗവാന്റെ നേരിട്ടുള്ള ശിഷ്യന്മാരായ 3 ഗൃഹസ്ഥാശ്രമികൾ. അപ്പോൾ ഈ വ്യക്തികളെ, ഇപ്പം ഗൃഹസ്ഥാശ്രമി നമുക്ക് പൊതുവേ പറയാം, ഗൃഹസ്ഥാശ്രമി എന്നുള്ള രീതിയിൽ പൊതുവേ പറയാം. 3 തരത്തിലുള്ള ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. 3 തരത്തിലുള്ള, നമ്മൾ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ പറഞ്ഞ തരത്തിലുള്ള ആളുകളെ നമുക്ക് പരിചയമുള്ളവരെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മനസ്സിലാവും. ഒരു തരക്കാരെന്ന് പറഞ്ഞാൽ അവരൊരു ജോലിയും ചെയ്യില്ല, അവർക്കൊരു ജോലി ചെയ്യുന്ന പ്രശ്നമേ ഇല്ല, ഒരു അധ്വാനവും ചെയ്യില്ല. ഗൃഹസ്ഥാശ്രമിയാണ്, വീട് ഭാര്യയും കുട്ടികളൊക്കെ ഉള്ള ആളാണ്, പക്ഷെ ഒരു ജോലിയും ചെയ്യില്ല, വെറുതെ നടക്കും. രാവിലെ എഴുന്നേൽക്കുക, നേരെ കവലയിൽ പോവുക, ഏതെങ്കിലും അവിടെ മുമ്പിൽ കുറേ ആളുകളായിട്ട് സംസാരിക്കുക, പിന്നെ അങ്ങ് അലഞ്ഞു നടക്കുക, ഇങ്ങനെ തോന്നിവാസം പോലെ ഇങ്ങനെ നടക്കും. കുടുംബത്തിലെ ഒരു കാര്യവും നോക്കില്ല. അതൊരു പക്ഷേ ഭാര്യയോ മറ്റാരെങ്കിലും ഒക്കെ അധ്വാനിച്ച് കൊണ്ടുവന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ആരെങ്കിലും അധ്വാനിച്ച് കൊണ്ട് കൊടുക്കണം. ഒരു ജോലിയും ചെയ്യില്ല, ഒരു ഉത്തരവാദിത്വം എടുക്കില്ല. എന്നാൽ വിവാഹമൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആലോചിച്ചാൽ അങ്ങനെ കുറേ പേരെ നമുക്ക് ചുറ്റും കിട്ടും. അങ്ങനെയുള്ള ആളുകൾ നമുക്ക് കിട്ടും. ഇപ്പം എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് കുറേ പേരെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഒരു ജോലിയും ചെയ്യില്ല, ഒരു പണിയില്ല, ഒരു ഉത്തരവാദിത്വവും ഇല്ല. ഇങ്ങനെ കുറേ പേര് ഉണ്ട്. ഇങ്ങനെ ഒരു വിഭാഗം ഗൃഹസ്ഥാശ്രമികളുണ്ട്. പിന്നെ വരുന്നത് ധാരാളം പണം, അതിസമ്പത്ത്, പക്ഷെ ഇതൊന്നും വേണ്ട. അധ്വാനിച്ചില്ലെങ്കിലും ധാരാളം സ്വത്തുള്ള ആളാണ്. അയാൾക്കും അയാളുടെ അടുത്ത 2-3 തലമുറയ്ക്ക് കൊടുക്കാൻ പാകത്തിനുള്ള സമ്പാദ്യം അയാൾക്കുണ്ട്. അത് അയാളുടെ പൂർവികരായിട്ട് നേടിക്കൊടുത്തതാകാം, അല്ലെങ്കിൽ അയാളിൽ വന്നു ചേർന്നതാകാം, അങ്ങനെയൊക്കെ ആകാം. അയാൾ അധ്വാനിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ അയാൾക്ക് ഇതൊന്നും ആവശ്യമില്ല. അവരിതൊന്നും ആവശ്യപ്പെടുന്നില്ല. മുഴുവൻ സമയം ഈശ്വര കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുക. ഒരാവശ്യത്തിന് ധനമുണ്ട്. ഈ ധനമൊന്നും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അയാൾ ഉപയോഗിക്കുന്നതേയില്ല. അത് മറ്റുള്ള ഈശ്വര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചെലവഴിക്കും. ഇപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ക്ഷേത്രകാര്യം ഉണ്ടെങ്കിൽ അതിന് സംഭാവന കൊടുക്കും, അങ്ങനെ. അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ആവശ്യത്തിലേറെ പണം കൊടുക്കും. ഇതിങ്ങനെ ജീവകാരുണ്യം ഇങ്ങനെയൊക്കെ ആയിട്ട് ഈശ്വര കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ പണം ചെലവഴിക്കുന്നത്. അന്ന് അതിസമ്പന്നനാണ്, അയാൾക്ക് ഈ പണത്തോടൊരു താല്പര്യവുമില്ല. ഇങ്ങനെ ഒരു വിഭാഗക്കാരുണ്ട്. ഇനി 3ാമതൊരു വിഭാഗക്കാരുണ്ട്. അവർക്ക് ഈ ലോകത്ത് മനുഷ്യനാണെന്നുള്ള പരിഗണന പോലും കിട്ടാത്തവർ. അവരൊരു മനുഷ്യനാണെന്ന് ഈ മനുഷ്യർ പരിഗണിക്കുന്നില്ല, നമ്മുടെ സമൂഹം പരിഗണിക്കില്ല, നമ്മൾ പരിഗണിക്കില്ല. അവർ നമുക്ക് വേണ്ടി എന്തെങ്കിലും അധ്വാനിച്ചാൽ പോലും അവരെ വീട്ടിനകത്ത് വിളിച്ച് കയറ്റി നമ്മൾ വേണ്ട വിധം ഒരു ഭക്ഷണം പോലും കൊടുക്കില്ല. അങ്ങനെ ചിലരോട് നമ്മൾ പെരുമാറില്ലേ? നമ്മുടെ ചുറ്റുമുള്ള കുറച്ച് പേരോടെങ്കിലും അങ്ങനെ പെരുമാറുന്ന കുറേ ആൾക്കാർ, അങ്ങനെ ഒരു വിഭാഗങ്ങളുണ്ട്. നമ്മൾ അവരെ പരിഗണിക്കില്ല, പക്ഷെ അവരെ നമുക്ക് പലപ്പോഴും ആവശ്യമാണ്. അവരെ നമ്മൾ ഉപയോഗിക്കും, പക്ഷെ ഒരിക്കലും ഒരു മാനുഷിക പരിഗണനയുടെ പേരിൽ അവരെ നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കുന്ന പോലെ അവരെ പരിഗണിക്കില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അങ്ങനെ ഒരു വിഭാഗം. ഇങ്ങനെ 3 തരം വിഭാഗങ്ങളെ വിഭാഗങ്ങൾ പലതുണ്ട്. നമ്മളിപ്പോൾ ഈ 3 വിഭാഗങ്ങളെ എടുക്കുക. ആദ്യം ഞാൻ പറഞ്ഞത് അധ്വാനിക്കാതെ
കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ നടക്കുന്ന ഗൃഹസ്ഥാശ്രമി. രണ്ടാമത് ആവശ്യത്തിലേറെ ധനമുണ്ടായിട്ട് പോലും സ്വയം വേണ്ടാതെ ഈശ്വരകാര്യങ്ങളിൽ ഇതെല്ലാം ചെലവഴിക്കാൻ മനസ്സാന്നിധ്യത്തോടു കൂടി അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആൾ. മറ്റൊന്ന് ഈ സമൂഹം അംഗീകരിക്കാത്ത ഒരു മനുഷ്യനാണെന്നുള്ള വില പോലും കൊടുക്കാത്ത ജീവിക്കേണ്ടി വരുന്ന ആൾ. ഇങ്ങനെ 3 തരത്തിൽപ്പെട്ടവരിൽ പ്രതിനിധികളായ 3 പേരുടെ കഥയാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. 3 ഗൃഹസ്ഥാശ്രമികൾ. അവരുടെ ഒരു ജീവിതം നമുക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പം ആദ്യം പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ അധ്വാനിക്കാത്ത ഒരു ഗൃഹസ്ഥാശ്രമം. നമുക്കെല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവും ഹസ്ര മഹാശയം. വചനാമൃതം വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കടന്നു വരുന്ന ഒരു വ്യക്തിത്വമാണ് ഹസ്ര മഹാശയം. ഇല്ലേ, വായിച്ചിട്ടില്ലേ ഹസ്രയെക്കുറിച്ച്? പ്രതാപചന്ദ്ര ഹസ്ര 1882 ദക്ഷിണേശ്വരത്ത് രാമകൃഷ്ണദേവൻ്റെ കൂടെ വന്ന ആളാണ് പ്രതാപചന്ദ്ര ഹസ്ര. അത് വന്നത് ശ്രീരാമകൃഷ്ണദേവനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ശ്രീരാമകൃഷ്ണദേവൻ ചെറുപ്പത്തിൽ കൽക്കട്ടയിലേക്ക് പോവുകയും പിന്നീട് ദക്ഷിണേശ്വരം ക്ഷേത്രത്തിലെ പൂജാരിയാവുകയും അങ്ങനെ ഏതാണ്ട് 25 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നൊരവസരം. അതായത് 56-ലാണ് ദക്ഷിണേശ്വരത്തെ പൂജാരിയായി 66, 76, 81 അല്ലേ? 81 1881 ഭഗവാൻ ആദ്യമായിട്ടല്ല, അതിനിടയ്ക്ക് വന്ന് ശാരദാദേവിയായിട്ടുള്ള വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 25 വർഷത്തിന് ശേഷം പിന്നൊരിക്കൽ വരുമ്പോൾ, പിന്നീടൊരു സാഹചര്യത്തിൽ വരുന്ന അവസരത്തിൽ ഭഗവാൻ ആ നാട്ടിലുള്ള ബന്ധുക്കളുടെയൊക്കെ വീടുകളിൽ സന്ദർശിക്കാൻ പോയി. അങ്ങനെ സീഹോർ, കമാർപുക്കൂറിന് സമീപത്തുള്ള സീഹോർ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ ഭഗവാൻ പോവുകയാണ്. ആ ഗ്രാമത്തിലാണ് ഭഗവാന്റെ ഒരു കസിൻ സിസ്റ്റർ ഹേമാങ്കിനി താമസിക്കുന്നത്. ഹേമാങ്കിനി എന്ന് പറയുന്നത് ഭഗവാന്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകളാണ്. അപ്പം ഇവർ തമ്മിൽ ചേട്ടൻ്റെ അനിയത്തിയുടെയും ആ ഇതിൽ വരും, കസിൻ സിസ്റ്റേഴ്സായിട്ട് വരും. അപ്പോൾ ഹേമാങ്കിനിയുടെ വീട്ടിൽ പോകും. ഹേമാങ്കിനിയുടെ വീട്ടിൽ പോകാൻ കാരണം ഹേമാങ്കിനിയുടെ മകനുമായിട്ട് ശ്രീരാമകൃഷ്ണദേവന് നല്ല ബന്ധമാണ്, സ്നേഹമാണ്. അതാണ് നമ്മളെല്ലാം വചനാമൃതത്തിലും ഒക്കെ ശ്രീരാമകൃഷ്ണ ജീവിതത്തിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ബന്ധപ്പെട്ട് കാണുന്ന ഹൃദയ മുഖോപാധ്യായൻ. ഹൃദയനെ നമുക്കെല്ലാവർക്കും അറിയാം. ശ്രീരാമകൃഷ്ണൻ്റെ സന്തത സഹചാരി ആകുകയും ശ്രീരാമകൃഷ്ണദേവന് ഇത്രയും തലവേദന ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അവസാനം ദക്ഷിണേശ്വരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് ഹൃദയൻ. അതാണ് ഭഗവാന്റെ ലീലയിൽ എന്തൊക്കെ കഥാപാത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് ആക്ട് ചെയ്തെന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് വലിയ അത്ഭുതം തോന്നുന്നത്. അപ്പോൾ ആ ഹൃദയൻ്റെ വീട്ടിലാണ്, സീഹോറിലുള്ള ഹൃദയൻ്റെ വീട്ടിലേക്ക് ശ്രീരാമകൃഷ്ണദേവൻ ചെല്ലുക. അവിടെ സന്ദർശിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കൽക്കട്ടയിൽ ദക്ഷിണേശ്വരം കാളിക്ഷേത്രത്തിലെ പൂജാരിയാണ് എന്നുള്ള ഒരു വലിയ സ്ഥാനം കൂടെ ഉണ്ട്. ഇപ്പോൾ ശബരിമല മേൽശാന്തി വരുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാഹചര്യമാണ് ആ നാട്ടിൽ അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടാകുക. അപ്പോൾ ആ പൂജാരി അപ്പോൾ ആളുകൾ ഇങ്ങനെ കാണാൻ വരികയാണ്. കാര്യം കൽക്കട്ടയിലെ ഏറ്റവും പ്രശസ്തമായ കാളിക്ഷേത്രത്തിൻ്റെ പൂജാരി വന്നിരിക്കുന്നു. അപ്പോൾ പഴയ അവരുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ അവരുടെ നാടിനടുത്തുള്ള കമാർപുക്കൂറിലെ പഴയ ഗദാധരനൊന്നുമല്ല വന്നിരിക്കുന്നത്, ശ്രീരാമകൃഷ്ണനാണ്. അപ്പോൾ അത് കാണാൻ ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ഈ വന്നവരിൽ പലരും ശ്രീരാമകൃഷ്ണദേവനോടുള്ള ഭക്തി കൊണ്ട് വന്നതൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ കിട്ടുമോ, കാര്യം ഇദ്ദേഹം അവിടെ വലിയ അതിസമ്പന്നം. അപ്പോൾ ഈ ശ്രീരാമകൃഷ്ണദേവൻ ഹേമാങ്കിനിയുടെ വീട്ടിൽ വന്നിരുന്നപ്പോൾ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇതറിഞ്ഞുകൊണ്ട് ആ കാലത്ത് ആ സിഹോറിലുണ്ടായിരുന്ന ഹൃദയനോടും പരിചയമൊക്കെ ഉള്ള, ഹേമാങ്കിനിയോടൊക്കെ പരിചയമുള്ള ആളായിരുന്നു ഹസ്ര എന്ന് പറയുന്ന പ്രതാപചന്ദ്ര ഹസ്ര. ഈ ഹസ്രയുടെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഹസ്ര ജോലി എടുക്കില്ല, ഒരു പണിയെടുക്കില്ല, മുഴുവൻ സമയം കിടന്ന് ഉറങ്ങുക, പിന്നെ തെണ്ടി നടക്കും. ഇങ്ങനെ ഹസ്രയ്ക്ക് ഭാര്യയുണ്ട്, 4-5 മക്കളുമുണ്ട്, കല്യാണമൊക്കെ കഴിച്ചു. ഇയാൾ നന്നാവുമെന്ന് വിചാരിച്ചാണ് അച്ഛൻ ഇയാളെ കല്യാണം കഴിപ്പിച്ചത്. എന്നിട്ടും ഇയാൾ നന്നായില്ലെന്ന് മാത്രമല്ല 4-5 മക്കളും കൂടെ ഉണ്ട്.
ചുരുക്കം ഹസ്രയുടെയും ഹസ്രയുടെ ഭാര്യയുടെയും 4-5 മക്കളുടെയും ചുമതല കൂടെ ആർക്ക് വന്നു? ഈ അച്ഛനും അമ്മയ്ക്കും വന്നു. എന്നാലും ഇയാൾ അധ്വാനി. അവർ കൃഷിക്കാരാണ്. അപ്പം കൃഷി ചെയ്ത് വേണം, ഭൂമിയൊക്കെ ഉണ്ട്, കൃഷി ചെയ്ത് വേണം ജീവിക്കാൻ. അപ്പോൾ ഹസ്രയെ സംബന്ധിച്ചിടത്തോളം ഈ അധ്വാനമൊന്നും തയ്യാറല്ല. അങ്ങനെ ഇരിക്കുന്നൊരു കാലത്തായിരുന്നു അയാളുടെ അച്ഛൻ പെട്ടെന്ന് മരിച്ചു. അപ്പോൾ കുടുംബത്തിലെ ഏണിംഗ് മെമ്പർ അങ്ങ് മരിച്ചപ്പോൾ കുടുംബത്തിൻ്റെ കൃഷി കാര്യങ്ങളെല്ലാം താളം തെറ്റി. അപ്പോൾ മുന്നോട്ട് പോകാം. പിന്നെ ആകെയുള്ള മകൻ ഹസ്രയാണ്. അവൻ വേണം ഇതിനകത്ത് ബാക്കി നോക്കാൻ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇയാൾ അധ്വാനിക്കില്ല. ഇയാൾ ചെയ്തത് എന്താണ്? ആളുകളിൽ നിന്നെല്ലാം കടം മേടിക്കാൻ തുടങ്ങി. കാരണം കുടുംബത്തിലെ കാര്യം നടക്കാനായിട്ട്. അപ്പോൾ ഇയാളുടെ അച്ഛൻ നല്ലൊരു കൃഷിക്കാരനും ആ നാട്ടിൽ അറിയപ്പെടുന്ന മാന്യനായ ഒരാളും ആയിരുന്നതുകൊണ്ട് ഹസ്ര ചെന്ന് ചോദിക്കുമ്പോൾ ആളുകൾ കുറേശ്ശെയൊക്കെ ചെറിയ തോതിൽ കടം കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ പണം വാങ്ങി കൂട്ടി കടം വാങ്ങി കൂട്ടി ഇയാൾക്ക് വലിയൊരു കടമായി. അന്നത്തെ കാലത്തെ കണക്കനുസരിച്ച് 1000 രൂപ. അന്നത്തെ കാലമാണെന്ന് ആലോചിക്കണം. 1800കളിലാണ് 1000 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കോടികളുടെ ഏതാണ്ട് സമാനമായി നമ്മൾ അതിനെ കാണണം. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഇയാൾ എന്തോരം കടം മേടിച്ച് കാണും. അങ്ങനെ കടം മേടിച്ച് 1000 രൂപ ഇയാളുടെ ബാധ്യതയായി മാറി. അപ്പോൾ ഇയാൾക്ക് അറിയേണ്ടത്, ഇപ്പോൾ കൽക്കട്ടയിൽ കാളിക്ഷേത്രത്തിൽ ഇത്രയും സ്വാധീനമുള്ള ശ്രീരാമകൃഷ്ണൻ വിചാരിച്ചാൽ എൻ്റെ 1000 രൂപയുടെ കടം തീർക്കാൻ പറ്റുമോ? അതിനുള്ള വല്ല സാധ്യതയുണ്ടോ? ഇതാണ് ഹസ്രയ്ക്ക് അറിയേണ്ടത്. അതറിയാനാണ് ഹസ്ര സീഹോറിൽ ഹേമാങ്കിനിയുടെ വീട്ടിലേക്ക് വരുന്നത് ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ. ശ്രീരാമകൃഷ്ണദേവനുമായിട്ട് ആദ്യം ഈശ്വര കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചെറിയ തർക്കങ്ങളൊക്കെ നടത്തി എല്ലാം കഴിഞ്ഞ് അങ്ങ് പിരിഞ്ഞു, അങ്ങ് പോയി, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇയാൾ ആ സമയത്ത് ഇയാളുടെ താല്പര്യമൊന്നും പറഞ്ഞില്ല. ഇയാൾ കുറേ സംസാരിച്ചങ്ങ് പിരിയുകയാണ് ഉണ്ടായത്. പക്ഷേ ശ്രീരാമകൃഷ്ണദേവൻ തിരിച്ച് ദക്ഷിണേശ്വരത്തേക്ക് കൽക്കട്ടയിലേക്ക് ദക്ഷിണേശ്വരത്ത് തിരിച്ച് ചെന്നപ്പോൾ ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ഹസ്ര കൂടും കുടുക്കൊക്കെ എടുത്തിട്ട് വന്നു. ഹസ്ര ഇങ്ങ് പോന്നു ദക്ഷിണേശ്വരത്തേക്ക്. എന്നിട്ട് പറഞ്ഞ് എനിക്കിനി അവിടെ നിൽക്കാൻ പറ്റില്ല വീട്ടിൽ. കാര്യം കടക്കാരെല്ലാം കൂടെ രാവിലെ വന്ന് വീടിൻ്റെ മുമ്പിൽ ഒന്ന് ബഹളം വെക്കുക. ഒരു രക്ഷയില്ല, ഞാൻ ആത്മഹത്യ ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ അവിടുന്ന് നാട്ടിൽ നിന്ന് ഒളിച്ചോടിയതാണ്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം, എന്നെ ഇവിടെ ഒന്ന് നിർത്തണം എന്ന് പറഞ്ഞു. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ശരി നിർത്തിക്കൊള്ളാം, ഇവിടെ നിന്നോളൂ എന്ന് ശ്രീരാമകൃഷ്ണദേവൻ. എന്നിട്ട് ഈ ഹസ്രയ്ക്ക് താമസിക്കാനുള്ള സ്ഥലം വരെ അവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തു ക്ഷേത്രത്തിൽ. എന്നിട്ട് ആ ക്ഷേത്രത്തിൽ അതിനുള്ളൊരു മുറിയൊക്കെ കൊടുത്തു, അവിടുന്ന് ഭക്ഷണം കിട്ടാനുള്ള സൗകര്യം കൊടുത്തു. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്രയുടെ വിധം മാറി. അപ്പോൾ ഹസ്രയുടെ ലക്ഷ്യം എന്താണ്? 1000 രൂപയാണ്. ഇവിടെ വന്ന് കുളിച്ച് താമസിക്കാനൊന്നുമല്ല ഹസ്ര വന്നത്, ഇയാൾക്കൊരു 1000 രൂപ കിട്ടണം. അപ്പം ഇയാൾ ആലോചിക്കുന്നത് എങ്ങനെ പോയാൽ ഈ ചുറ്റുപാടിൽ നിന്ന് 1000 രൂപ അടിച്ചു മാറ്റാൻ പറ്റും. ഇതാണ് ഇയാൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇയാൾ ഇങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ പല ആളുകൾ വരുന്നുണ്ട്. വരുന്നതിലെല്ലാം പ്രഗത്ഭന്മാരുണ്ട്, വലിയ സമ്പന്നർ വരുന്നുണ്ട്. അന്നത്തെ കാലത്ത് വലിയ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന വലിയ അധികാരികൾ വരുന്നുണ്ട്. ഇത്രയൊക്കെ ആളുകൾ വരുന്നൊരു സ്ഥലമാണല്ലേ, ഇതൊരു നല്ല പരിപാടിയാണ് എന്നും പറഞ്ഞ് ഹസ്ര ഒരു പുതിയ പരിപാടി അവിടെ ആരംഭിക്കുകയാണ്. ഹസ്ര ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയുടെ മുമ്പിലുള്ള ഇതുപോലൊരു വരാന്ത, ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറി ഇതാണെങ്കിൽ ഇങ്ങനൊരു വരാന്ത, ഈ വരാന്തയുടെ അറ്റത്ത് ഒരു രുദ്രാക്ഷമൊക്കെ അണിഞ്ഞ് ഭസ്മമൊക്കെ തൊട്ട് കണ്ടാലൊരു യോഗീശ്വരൻ്റെ ഛായയിൽ വേഷമൊക്കെ കെട്ടി അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നാമം ജപിക്കാം. അവിടെ ഇരുന്ന് രുദ്രാക്ഷം ഇങ്ങനെ എടുത്ത് നാമം ജപിച്ചുകൊണ്ട് കണ്ണടച്ചിരുന്ന് നാമം ജപിക്കും. അപ്പോൾ ഈ ആദ്യം ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകൾ ആദ്യം കാണുന്നത് ഹസ്രയാണ്. പലപ്പോഴും ഈ ആദ്യമായിട്ട് അവിടെ വരുന്നവർ തെറ്റിദ്ധരിച്ചു. കാര്യം ഇങ്ങനെ ഒരാൾ ദക്ഷിണേശ്വരത്ത് ഇങ്ങനെ ഒരു യോഗീശ്വരനുണ്ടെന്നൊക്കെ കൽക്കട്ടയിൽ പ്രചാരമായി. ആ സമയമായപ്പോഴേക്കും 82 ആയപ്പോഴേക്കും അതിൻ്റെ പ്രചാരം കിട്ടിക്കഴിഞ്ഞു. കാരണം കേശവചന്ദ്രസേനൻ, ഇന്ത്യ മിറർ പോലുള്ള പത്രങ്ങളിലൂടെയൊക്കെ ശ്രീരാമകൃഷ്ണദേവനെ കുറിച്ച് എഴുതി കൽക്കട്ട മുഴുവൻ വ്യാപിച്ചു. ശ്രീരാമകൃഷ്ണദേവനെ പോലൊരു വലിയ യോഗീശ്വരൻ ദക്ഷിണേശ്വരത്തുണ്ട് എന്ന്. അപ്പോൾ ഇതറിഞ്ഞ് ആദ്യമായിട്ട് വരുന്നവർ വരുമ്പോൾ ആദ്യം കാണുന്നത് ഹസ്രയാണ്. അപ്പോൾ അവരാദ്യം തെറ്റിദ്ധരിക്കും, ഓ ഇതായിരിക്കും ആ യോഗീശ്വരൻ. കാരണം ശ്രീരാമകൃഷ്ണദേവനെ കണ്ടാൽ ഒരു യോഗിയുടെ ഛായയും ഇല്ല. ഒരു സാധാരണ ഒരു ധോത്തി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഒരു മേൽമുണ്ട് ചിലപ്പോൾ കാണും, അത്രയൊക്കെ ഉള്ളൂ. കണ്ടാൽ ഒരു തരത്തിലുള്ള യോഗീശ്വരനാണെന്നുള്ള ഒരു ഛായ പോലും അദ്ദേഹത്തിനില്ല. അതേസമയം ഹസ്രയെ കണ്ടാലോ വലിയ ഭസ്മക്കുറിയൊക്കെ അണിഞ്ഞ് വല്ലാത്ത തരത്തിലുള്ള ഒരു സന്യാസ വേഷമൊക്കെ ധരിച്ച് കയ്യിൽ രുദ്രാക്ഷമൊക്കെ ഇട്ട് കഴുത്തിലൊക്കെ നിറച്ച് രുദ്രാക്ഷമൊക്കെ ഇട്ട് ഒരു നാടകാഭിനയം പോലെ പുള്ളി അവിടെ ഇരിപ്പുണ്ട്.
അപ്പോൾ പുള്ളിയുടെ അടുത്താണ് വരുന്നത്. അപ്പോൾ പുള്ളി അവരെ ഉപദേശിക്കുന്നു, ക്ലാസ് കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ പല കാര്യം. പിന്നെ വന്നവർക്ക് മനസ്സിലായി ഇതല്ല അപ്പുറത്തിരിക്കുന്ന ആളാണെന്ന് മനസ്സിലായി, ആളുകൾ ഇപ്പുറത്തോട്ട് പോയി. എന്തായാലും ഹസ്ര അവിടെ ഉണ്ടായി. ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ, നരേന്ദ്രൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു ഹസ്ര. നരേന്ദ്രൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു. കാര്യം നരേന്ദ്രന് അന്ന് പുകവലി വലിയ ശീലമുള്ളതാണ്. അപ്പോൾ പതുക്കെ ഈ തിരക്കിനിടയിൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കുന്നിടയിൽ പതുക്കെ തെന്നി മാറി പുറത്തോട്ട് പോയി പുകവലിക്കുന്നത് ഹസ്രയുമായിട്ട് ചേർന്നാണ്. അപ്പോൾ നരേന്ദ്രനെ പോലുള്ള ചെറുപ്പക്കാരെയൊക്കെ ഹസ്രയ്ക്ക് താല്പര്യമുണ്ട്. കാര്യം ഇവരെയൊക്കെ കയ്യിലെടുത്താൽ നല്ല ഗുണം കിട്ടുമെന്ന് ഹസ്രയ്ക്ക് എങ്ങാനും തോന്നിക്കാണും. അപ്പം അങ്ങനെയാണ് ഹസ്ര ആ ദക്ഷിണേശ്വരത്ത് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഇതിൽ കഴിഞ്ഞു. അതായത് ഓരോ നിമിഷവും ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ചൊരു തലവേദനയായി മാറി ഇയാൾ. അത്രമാത്രം പ്രശ്നങ്ങളാണ് ഇയാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇയാൾ തന്നെ ശ്രീരാമകൃഷ്ണദേവനെ വന്ന് ഹസ്ര തന്നെ ഒരിക്കൽ ശ്രീരാമകൃഷ്ണദേവനെ ഉപദേശിച്ചു, ഇങ്ങനെ ഇരുന്നാലൊന്നും ഒരു എഫക്റ്റും കിട്ടില്ല, 4 പേര് കണ്ടാൽ എന്തെങ്കിലും തോന്നണ്ടേ. അപ്പോൾ അതിനൊരു ഈ പറഞ്ഞ പോലെ എന്നെ കണ്ടില്ലേ, രുദ്രാക്ഷമൊക്കെ അണിഞ്ഞ് കുറേ ഇതൊക്കെ എടുത്ത് താടിയൊക്കെ വളർത്തി കണ്ടാലൊരു സന്യാസിയാണെന്ന് തോന്നണ്ടേ. ഇങ്ങനെ ഇരുന്നാൽ ആരെങ്കിലും മൈൻഡ് ചെയ്യൂ? ആരെങ്കിലും പണം കൊണ്ടു തരൂ? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് വാങ്ങിച്ചതാ, എനിക്കൊരു 1000 രൂപയുടെ കടമുണ്ട്, അത് വീട്ടിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ. ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതുപോലെ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് ആരെങ്കിലും അന്വേഷിച്ച് വരികയാണ്, ഹസ്ര അല്ല എന്ന് അറിയാം, ശ്രീരാമകൃഷ്ണദേവനെ നേരിട്ട് അവിടെ കണ്ടുമില്ല. അപ്പോൾ അന്വേഷിച്ച് വരുന്നവരോട് പറയും, ഇന്ന് ഇവിടെ ഇല്ല, അത് വേറെ എവിടെയോ പോയെന്ന് പറയും. മുറിക്കകത്തിരിപ്പുണ്ട്. അങ്ങനെ ശ്രീരാമകൃഷ്ണദേവൻ്റെ ഏറ്റവും അടുത്ത ഗൃഹസ്ഥ ഭക്തന്മാരെ പലരെയും വഴിതെറ്റിച്ച് വിട്ടിട്ടുണ്ട്, ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ഉപദ്രവം ഉണ്ടാക്കും. അപ്പോൾ ആലോചിച്ച് നോക്കും, ഒരു അവതാര ജീവിതത്തിൽ എത്രമാത്രമാണ് അലോസരങ്ങൾ ഉണ്ടാക്കാൻ ഒരു ജന്മം. തരത്തിലുള്ള ആളുകളാണ്. നമുക്ക് ഊഹിച്ചാൽ ഇത്തരം ആളുകളെ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പം എത്രയോ ഹസ്രമാരെ നമുക്ക് പരിചയമുണ്ട്. പക്ഷെ ഈശ്വരൻ്റെ പരിഗണന വരുന്നത് ഇവിടെയാണ്. നിങ്ങൾ 24 മണിക്കൂർ അമ്പലത്തിൽ പോയി ധ്യാനമിരുന്നത് ഈശ്വരൻ്റെ കണക്കിൽ വരില്ല. അതാണ് ഈശ്വരൻ്റെ കണക്ക്. ഈശ്വരൻ്റെ കണക്കെടുപ്പിന് വളരെ വ്യത്യാസമുണ്ട്. ഈശ്വരൻ ഒരു ഗൃഹസ്ഥനെ അനുഗ്രഹിക്കുന്നതും കണക്കിലെടുക്കുന്നതും മറ്റു പല പരിഗണനകൾ വെച്ചാണ്. നമ്മുടെ ലൗകികമായ കാഴ്ചപ്പാടിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലല്ല ഈശ്വരൻ്റെ കണക്കെടുപ്പ്. അതാണ് ഇത്തരം ഗൃഹസ്ഥാശ്രമികളുടെ അവസാനം എത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ്റെ അവതാരത്തിൽ 3 പേരെ മാത്രമാണ് ഉടലോടെ ആ ജീവാത്മാവിനെ നേരിട്ട് വന്ന് ശ്രീരാമകൃഷ്ണദേവൻ മരണത്തിന് ശേഷം, അവരുടെ ആ ശരീരത്യാഗത്തിന് ശേഷം ആത്മാവിനെ സ്വീകരിച്ചു കൊണ്ടുപോയത് 3 പേരാണ്. അതിൽ 1-ാമത്തെ ആളാണ് ഈ ഹസ്ര. നോക്കുക ആ സാക്ഷാത്കാരം. ഹസ്രയ്ക്ക് കിട്ടിയ ജീവിത സാക്ഷാത്കാരം എത്രയാണ്! ഇത്രയും പ്രശ്നക്കാരനാണ്, ഇത്രയും സ്വാർത്ഥമതിയാണ്, 1000 രൂപയ്ക്ക് വേണ്ടിയാണ് ഒരു ജീവിതം മുഴുവനും ഭഗവാനോടൊപ്പം നിന്നത്. ഭഗവാന്റെ പരിഗണന അവിടെയായിരുന്നു. ഒരു ജീവിതകാലം മുഴുവൻ എൻ്റെ പാർശ്വവർത്തിയായിരുന്നു അവൻ. അത് ഭഗവാന്റെ പരിഗണന തന്നെയാണ്. നമ്മളെപ്പോഴും ഭാഗവതം പഠിക്കുമ്പോഴേ ഹിരണ്യകശിപുവാണോ പ്രഹ്ലാദനാണോ ശരിയായ ഭക്തൻ? ആരാണ്? ഭഗവാന്റെ ഏറ്റവും പരിഗണനാർഹനായ ഭക്തൻ ഹിരണ്യകശിപുവാണോ പ്രഹ്ലാദനാണ്? നമ്മൾ പഠിക്കുന്നത് പ്രഹ്ലാദനാണ് ഏറ്റവും വലിയ ഭക്തൻ. പക്ഷേ ഹിരണ്യകശിപുവാണ് ഏറ്റവും വലിയ ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ. പ്രഹ്ലാദന് കൊടുത്തിട്ടില്ല ആ സ്ഥാനം. ഭഗവാന്റെ മടിയിൽ കിടന്നാണ് മരിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ മടിയിൽ കിടന്ന് മരിക്കുന്നത് പോലുള്ളൊരു പുണ്യം വേറെ. ഭഗവാൻ നേരിട്ടാണ് എടുത്തത് ആ ജീവൻ, അല്ലേ? അതിനൊരു ചെറിയ ഭാഗ്യം വേണം, മതിയോ? ഹിരണ്യകശിപുവാണ്, പ്രഹ്ലാദനേക്കാൾ വലിയ ഭക്തനാണ് ഭഗവാന്റെ കണ്ണിൽ. അതിന് പിന്നെ ഒരു കാരണവും കൂടെ ഉണ്ട്. കാര്യം ഭഗവാന്റെ
ദ്വാരപാലകൻ ജയവിജയന്മാരിൽ ഒരാളാണ്. അത് ഭഗവാന്റെ പരിഗണനയിൽ വരുന്ന ഭഗവാന്റെ സന്തത സഹചാരികളിൽ ഒരാളും കൂടിയാണെന്നുള്ള കഥ വേറെ, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ ആലോചിച്ചു, ഭഗവാൻ നേരിട്ട് വന്ന് സ്വന്തം മടിയിൽ കിടത്തി ആ കൈ കൊണ്ടാണ് ഭഗവാൻ ആ ജീവൻ എടുക്കുന്നത്. ഭഗവാൻ അത് അവിടെ ആ ഹത്യ ചെയ്തത് ആ ശരീരത്തിൽ മാത്രമാണ്, ആത്മാവിലല്ല. ശരിയല്ലേ? ആ ശരീരത്തെ മാത്രമാണ് നശിപ്പിച്ചത്. അത് നമ്മുടെയൊക്കെ ശരീരം നശിപ്പിക്കുന്നില്ലേ? പുഴുത്തു പോകുന്നില്ലേ നമ്മുടെയൊക്കെ ശരീരം? ഇവിടെ മോക്ഷപ്രാപ്തി കിട്ടുന്ന ശരീരത്തിനല്ലല്ലോ, ആത്മാവിനല്ലേ. ഹിരണ്യകശിപുവിൻ്റെ ആത്മാവിന് ഒരിക്കലും മോക്ഷം കിട്ടാതെ വന്നില്ല. സ്വർഗലോകത്തേക്കല്ലേ കൊണ്ടുപോയത് നേരിട്ട് ഹിരണ്യകശിപുവിനെ. അപ്പോൾ ഭഗവാന്റെ പരിഗണന എന്തായിരുന്നു? പ്രഹ്ലാദനേക്കാൾ കൂടുതൽ ഈശ്വരനെ ചിന്തിച്ചത് ഹിരണ്യകശിപുവാണ്. യാതൊരു സംശയമില്ല. പ്രഹ്ലാദൻ ഒരു മീഡിയേറ്ററേ ആയിരുന്നുള്ളൂ അതിൽ. അതായത് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാൻ ഹിരണ്യകശിപുവിന് ഉണ്ടായ ഒരു മീഡിയേറ്റർ മാത്രമാണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ ജനിച്ചപ്പോൾ മുതൽ ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിൽ നാരായണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാരായണൻ 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 എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഹിരണ്യകശിപു പകല് ജീവിച്ചത്. അതിൻ്റെ ഈ നാരായണനെ അല്ല ഞാനാണ് കേമൻ എന്നുള്ള ഒരു ഭാഗം അവിടെ ഉണ്ടെങ്കിൽ പോലും ആ കേമത്വം കയ്യിൽ കരുതിക്കൊണ്ട് ഹിരണ്യകശിപു ആ ജീവിതം നയിച്ചത് മുഴുവൻ നാരായണനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ഭഗവാന്റെ പരിഗണന അതാണ്. നിങ്ങളുടെ ഭക്തിയുടെ വശമൊക്കെ അവിടെ വെക്കുക, പക്ഷെ നിങ്ങൾ എത്രമാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ എന്നെ പ്രതിഷ്ഠിച്ചത് എന്നുള്ളതാണ് പ്രധാനം. അതാണ് പൗണ്ഡ്രകനും സംഭവിച്ചത്. പൗണ്ഡ്രകൻ അതും ഭാഗവതത്തിലുള്ളതാണ്. പൗണ്ഡ്രകൻ രാജാവ് ജീവിതകാലം മുഴുവനും ഭഗവാന്റെ വേഷം കെട്ടിയാണ് നടന്നത്. 2 കൈ വെച്ച് കെട്ടി, അങ്ങനെ 4 കൈ, നീല നിറം പെയിൻ്റൊക്കെ അടിച്ച് കിരീടമൊക്കെ വെച്ച് മഹാവിഷ്ണുവായി വേഷം കെട്ടിയാണ് ജീവിതകാലം മുഴുവൻ ജീവിച്ചത്. ഉദ്ദേശം മഹാവിഷ്ണു ഒന്നുമല്ല എന്ന് സ്ഥാപിക്കാനായിരുന്നു. വിഷ്ണു ഒന്നുമല്ല, വിഷ്ണുവിനേക്കാളും മഹത്തരമുള്ള കാര്യങ്ങളാണ് ഞാനാണ്, അതിനേക്കാൾ ഏറ്റവും കൂടുതൽ മഹാൻ ഞാനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി, വിഷ്ണു ഒന്നുമല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ആ വേഷം കെട്ടിയത്. വിഷ്ണുവിനുള്ള എല്ലാ കഴിവുകളും ഉള്ള ആളാണ് ഞാൻ, അതുകൊണ്ട് ഈ ജനങ്ങൾ എന്നെയാണ് ആരാധിക്കേണ്ടത് എന്ന് ആവശ്യപ്പെട്ട് ജീവിതകാലം മുഴുവൻ മഹാവിഷ്ണുവായി വേഷം കെട്ടിയ ആളാണ് പൗണ്ഡ്രകൻ. കിട്ടിപ്പോയി മോക്ഷം ഇല്ലേ? ഒരിക്കലും ഈശ്വരനാമം ജപിക്കാത്തവൻ സ്വന്തം മകന് നാരായണ എന്നൊരു പേരിട്ടതിൻ്റെ പേരിൽ കിട്ടി. ആ മകന് കിട്ടിയില്ല, അച്ഛന് കിട്ടി ഇല്ലേ? നാരായണ എന്ന് മരിക്കാൻ കാലത്ത് ഒരു വാക്ക് പറഞ്ഞു, മോക്ഷം കിട്ടി. അപ്പം ഈശ്വരൻ്റെ പരിഗണന അതാണ്. നമ്മൾ എത്രമാത്രമാണ് ഈശ്വരനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ്. അതൊരു വൈരാഗ്യത്തിൻ്റെ പുറത്താണോ അല്ലെങ്കിൽ പ്രേമത്തിൻ്റെ പുറത്താണോ എന്നുള്ളത് ഈശ്വരൻ്റെ പരിഗണനയിലില്ല, അത് നമ്മുടെ പരിഗണനയാണ്. ഇയാൾ 24 മണിക്കൂറും ഈശ്വരനെ ഭത്സിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഈശ്വരനെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് എന്ന് നമ്മുടെ കാഴ്ചപ്പാടിലാണ്. പക്ഷെ ഭഗവാന്റെ കാഴ്ചപ്പാടിൽ അയാൾ ആ ഈശ്വര നാമം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഹസ്രയ്ക്കും സംഭവിച്ചത്. ശ്രീരാമകൃഷ്ണദേവൻ്റെ ദേഹത്യാഗത്തിന് ശേഷം ഹസ്ര വിചാരിച്ചു, ഇനി ഞാനാണ് അടുത്ത ദക്ഷിണേശ്വരത്തെ യോഗി വ്യജ്യൻ. അങ്ങനെ ശ്രീരാമകൃഷ്ണദേവന് ശേഷം ദേഹത്യാഗത്തിന് ശേഷം ദക്ഷിണേശ്വരത്ത് ഹസ്രയാണ് പിന്നീട് ആ സ്ഥാനം പോലെ സ്വയം ഏറ്റെടുത്ത് കുറച്ചു കാലം അവിടെ കഴിഞ്ഞത്. പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല, ആളുകൾ അംഗീകരിക്കില്ല. പിന്നീട് നമ്മൾ ഹസ്രയെ കാണുന്നത്, ഹസ്ര തിരിച്ച് വീട്ടിൽ പോയി. ഹസ്രയ്ക്ക് ഈ പറഞ്ഞ സാമ്പത്തിക ഇതൊക്കെ അപ്പോഴേയും കാലം കുറേ പിന്നിട്ട് വന്നു. അതിൻ്റെ പേരിൽ പിന്നീട് കടക്കാരൊക്കെ പോയോ ഇല്ല, അതിനെക്കുറിച്ച് ആ കടം എന്തായി എന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് ആ ജീവിതത്തിലൊന്നും പറയുന്നില്ല. പക്ഷേ ഇയാൾ തിരിച്ച് നാട്ടിൽ പോയി, വൈകിയാണെങ്കിലും. അതായത് അവസാന കാലമായപ്പോഴേക്കും, വളരെ പ്രായമൊക്കെ ആകാറായപ്പോഴേക്കും ഇയാൾ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അവിടെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. ഇയാൾ എന്നോ നാട് വിട്ട് പോകുന്നതാണ് ഈ കടത്തെ പേടിച്ച്.
തിരിച്ചവിടെ ചെന്നപ്പോൾ ഭാര്യയൊക്കെ അവരവരുടെ അധ്വാനിച്ച് ആ അമ്മ മരിച്ചുപോയി. ഈ അമ്മ മരിച്ചപ്പോഴും ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു ഈ ഹസ്രയോടൊന്ന് വീട്ടിൽ പോയി കണ്ടിട്ട് വരാൻ. ഇയാൾ പോയില്ല, കാര്യം ഇയാൾ അവിടെ പോയാൽ കടക്കാരി പിടിക്കും. അങ്ങനെ അമ്മ മരിച്ചപ്പോൾ പോലും പോയിട്ടില്ല ഇയാൾ. പിന്നീട് അവസാന കാലത്ത് ഇയാൾക്ക് വയ്യാതൊക്കെ ആയി, നോക്കാനും ഒന്ന് ശ്രീരാമകൃഷ്ണദേവൻ ഇല്ലെങ്കിൽ ദക്ഷിണേശ്വരത്ത് നിൽക്കാൻ പറ്റില്ല. കാര്യം പിന്നീട് ശ്രീരാമകൃഷ്ണദേവനെ പോലും ദക്ഷിണേശ്വരത്ത് കയറ്റിയില്ല. അങ്ങനൊരു കഥയും ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ശ്രീരാമകൃഷ്ണദേവനെ ചികിത്സയ്ക്കായിട്ട് ശാംപുക്കൂറിൽ കൊണ്ടുപോയി അവിടെ താമസിക്കാനുള്ള ചുറ്റുപാടുകളൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ എന്നാൽ തിരിച്ചെനിക്ക് ദക്ഷിണേശ്വരത്ത് പഴയ മുറിയിലേക്ക് വരണം എന്ന് ശ്രീരാമകൃഷ്ണദേവൻ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും അപ്പോഴേക്കും ക്ഷേത്ര അധികാരിയുടെ അധികാരം മാറിപ്പോയി. കാരണം റാണി രാസാമണി നിർമ്മിച്ച ക്ഷേത്രത്തിൽ മധുരനാണ് രാസാമണിയുടെ ജാമാതാവായ മകളുടെ ഭർത്താവായ മധുരനായിരുന്നു അന്ന് ക്ഷേത്രം നോക്കിക്കൊണ്ടിരുന്നത്. മധുരനാണ് ശ്രീരാമകൃഷ്ണദേവന് വേണ്ട എല്ലാ സന്നാഹങ്ങളും ഒരുക്കി കൊടുത്തത്. പക്ഷെ മധുരൻ്റെ മകൻ്റെ അടുത്ത തലമുറയിലേക്ക് അധികാരം മാറിയപ്പോൾ അവർക്ക് ശ്രീരാമകൃഷ്ണദേവനെ അവിടെ സൗജന്യമായിട്ട് താമസിപ്പിക്കണമെന്ന് ഉദ്ദേശമുണ്ട്. ചെന്ന് ചോദിച്ചു, ഭഗവാനെ തിരിച്ച് ഇവിടെ വരണമെന്നാണ്, ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. ഇവിടെ മുറിയൊന്നുമില്ല, പൊക്കോളാൻ പറഞ്ഞു. കയറ്റിയില്ല, താമസിപ്പിച്ചില്ല ദക്ഷിണേശ്വരത്ത്. അങ്ങനെയാണ് പിന്നെ നിവൃത്തിയില്ലാതെ കൂടുതൽ വാടക കൊടുത്ത് കാശിപ്പൂരിൽ പോകേണ്ടി വന്നത്. അങ്ങനെ പോകേണ്ടി വന്നതാണ്. കാശിപ്പൂരിലേക്ക് നിവൃത്തിയില്ലാതെ പോയതാണ്. പക്ഷെ അവിടെ ഇതിനെ ഏതാണ്ട് 100 രൂപ, അന്നത്തെ കാലത്ത് മാസം 100 രൂപ വാടക കൊടുക്കേണ്ടി വന്നു. 90 രൂപ അങ്ങനെ എങ്ങാണ്ടാണ്, 100 രൂപ എങ്ങാണ്ട് വാടക കൊടുക്കേണ്ടി വന്നു. അത് സുരേന്ദ്രനാഥ മിത്രയാണ് അത് ആ വാടകയും കൂടെ കൊടുക്കാമെന്ന് ഏറ്റത്. അന്നത്തെ ഭക്ഷണമൊക്കെ മറ്റുള്ളവരും കൊടുക്കാമെന്ന് ഏറ്റു. അങ്ങനെയൊക്കെയാണ് കാശിപ്പൂരിലേക്ക് പോയത്. നിവൃത്തിയില്ലാതെ പോയതാണ് കാശിപ്പൂരിലേക്ക്. അത്രയും ചിലപ്പോൾ ഭഗവാൻ അത് വിഷമമുണ്ടായിരുന്നു. കാര്യം ഈ ഭക്തന്മാരുടെ ഇത്രയും സാമ്പത്തിക ഭാരം എൻ്റെ ഈ രോഗത്തിന് വേണ്ടി ഈ ഭക്തന്മാരെല്ലാം കൂടെ വഹിക്കേണ്ടി വരുന്നല്ലോ എന്ന് ആലോചിച്ച് ഭഗവാൻ വലിയ സങ്കടമായിരുന്നു. എങ്ങനെയെങ്കിലും ഇവരെ ഇതിൽ നിന്ന് മോചിപ്പിക്കണമെന്നായിരുന്നു ഭഗവാന്റെ പിന്നീടുള്ള ചിന്ത. ഇവരുടെ ഈ സാമ്പത്തിക ബാധ്യത വർദ്ധിച്ചു വന്നു. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ് ഹസ്രയ്ക്കും അവിടെ കഴിഞ്ഞുകൂടാൻ പറ്റാതെ വന്നു. അങ്ങനെ ഹസ്ര തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് വരികയും കുടുംബത്തോടൊപ്പം ചേർന്ന്, അപ്പോഴേക്കും കുടുംബം ഒരുവിധമൊക്കെ അവരുടെ കൃഷികാര്യങ്ങളൊക്കെ നോക്കി അമ്മ മക്കളും എല്ലാം ഇയാളുടെ മക്കളും എല്ലാം കൂടെ ചേർന്ന് ഭാര്യ എല്ലാം കൂടെ ചേർന്ന് ഒരുവിധം വെൽ സെറ്റിൽഡാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അവർ വീട്ടിൽ കയറി താമസിക്കോളാൻ പറയും. അങ്ങനെ പക്ഷെ പിന്നെ തിരിച്ചു വരുന്ന ഹസ്ര ഭഗവാന്റെ ചിന്ത മാത്രമായിരുന്നു. ആ മനസ്സിൽ നിന്ന് ശ്രീരാമകൃഷ്ണദേവൻ മായുന്നതേയില്ല. സദാസമയം ശ്രീരാമകൃഷ്ണദേവനെ മാത്രം ആലോചിച്ചുണ്ടാണ്. സദാസമയം 24 മണിക്കൂറും ശ്രീരാമകൃഷ്ണദേവൻ എന്നുള്ളൊരൊറ്റ ചിന്തയെ. കാര്യം പ്രാക്ടീസായിപ്പോയി. കഴിഞ്ഞ ഇത്രയും കാലം ആ സന്തത സഹചാരിയായി ഉദ്ദേശം വേറെ ആയിരുന്നെങ്കിൽ പോലും പക്ഷെ മാനസികമായി ഉണ്ടായ ആ മാനസാന്തരം എന്ന് പറയുന്നത് ഭഗവാനെ മാത്രമായി ചിന്ത, വേറൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു വന്നതാണ്, ഒരു ഭഗവാന്റെ പരിഗണന എന്ന് പറയുന്നത് ഭഗവത് ചിന്തയിൽ എത്രമാത്രമാണോ ഒരാൾ ചെന്ന് നിൽക്കുന്നത് അതിനാണ് പ്രാധാന്യം. അതല്ലാതെ ഭഗവാന് കൊടുക്കാൻ പോകുന്ന വൻപിച്ച വഴിപാടുകളോ അല്ലെങ്കിൽ അതൊന്നുമല്ല അവിടുത്തെ പരിഗണന. അതൊക്കെ ആകാം, പക്ഷെ അതൊന്നുമല്ല പരിഗണന. എത്രമാത്രമാണ് ഭഗവത് സ്വരൂപം നമ്മുടെ ഉള്ളിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ് പരിഗണന. അതാണ് ഹസ്രയ്ക്ക് അവസാനം ലഭിച്ചത്. വിരോധാഭാസമാണെങ്കിൽ പോലും ഹസ്രയുടെ മനസ്സിൽ ഭഗവാൻ മാത്രമായി. അങ്ങനെ ഏതാണ്ടൊരു അന്ത്യ നിമിഷം അടുക്കാറായി എന്ന് തോന്നിയ സമയത്ത് ഹസ്ര ഭാര്യയോട് പറഞ്ഞു, നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാൻ ദേഹം ത്യജിക്കാൻ പോകും. നമുക്ക് മുൻകൂട്ടി പറഞ്ഞാണ്. ഭീഷ്മർക്കൊക്കെ അത് പറ്റുള്ളൂ. മഹാഭാരതത്തിൽ ഭീഷ്മർക്ക് അങ്ങനെയുള്ളൊരു അവസരമുള്ളൂ, അല്ലെങ്കിൽ പ്രഹ്ലാദൻ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ആ തലത്തിലായിരിക്കുകയാണ് ഒരു ഗൃഹസ്ഥാശ്രമി. ആ തലത്തിലേക്കൊരു ഗൃഹസ്ഥാശ്രമി ഉയർന്നു. എങ്ങനെ ജീവിച്ചത്? തികച്ചും ഭഗവത് വിരുദ്ധമായി ജീവിച്ചിട്ട് പോലും. അതാണ് ഭഗവാന്റെ കൃപ എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു, നാളെ 2 മണിക്ക് ഞാൻ മരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കണം. സംവിധാനം വേറെ ഒന്നുമില്ല, എൻ്റെ ഈ കട്ടിലും ഒക്കെ കൂടെ എടുത്ത് നമ്മൾ മരിക്കുമ്പോൾ എടുത്ത് പുറത്ത് കിടത്തുമല്ലോ. അപ്പോൾ ഇപ്പം നമ്മളെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മരിച്ച് കഴിഞ്ഞിട്ടാണ് ആ ബോഡി എടുത്ത് വെളിയിൽ കിടത്തുന്നത്.
ഹസ്ര പറഞ്ഞു, അതല്ല, എന്നെ എടുത്ത് പുറത്ത് കിടത്തണം. അവരുടെ ആ തുളസിയൊക്കെ നട്ടിട്ടുള്ള ഒരു നടുമുറ്റമുണ്ട്. ആ നടുമുറ്റത്തേക്ക് എടുത്ത് എന്നെ കിടത്തണം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായിട്ട്. പിന്നെ എല്ലാവരെയും അറിയിക്കണം ഞാൻ മരിക്കാൻ പോവുകയാണ്. അപ്പം നാട്ടുകാർക്കൊക്കെ വലിയ അത്ഭുതമായി. ഒരാൾ നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, നാളെ 2 മണിക്കാണ് എൻ്റെ ചരമെന്ന് നോട്ടീസ് അടിച്ച് എല്ലാവർക്കും കൊടുക്കും. നമ്മൾ സാധാരണ തിരിച്ചാണ് കൊടുക്കാറ്. ഇതെല്ലാം നാട്ടുകാർക്കൊക്കെ നോട്ടീസ് കൊടുത്തു. നാളെ 2 മണിക്ക് എൻ്റെ വന്ധ്യ ഭർത്താവ് ശ്രീ പ്രതാപചന്ദ്ര ഹസ്രയുടെ നിര്യാണത്തിൻ്റെ സമയത്ത് നിങ്ങളെ ക്ഷണിക്കുന്നു എന്നുള്ള മട്ടിലാണ്. അപ്പോൾ ആളുകളെല്ലാം വന്നു. ഇത് അവർക്ക് ആദ്യത്തെ അനുഭവമാണ്, ഒരാൾ മുൻകൂട്ടി പറഞ്ഞിട്ട് മരിക്കുക. അങ്ങനെ ഉച്ചയ്ക്ക് 2 മണിക്ക് ആവാറായപ്പോഴേക്കും പ്രതാപചന്ദ്ര ഹസ്ര കിടക്കാനുള്ള കട്ടിൽ നടുമുറ്റത്തേക്ക് മാറ്റിയിട്ടു. എന്നിട്ട് ഹസ്ര അവിടെ കിടന്നു. അപ്പോൾ ഹസ്ര മക്കളോട് പറഞ്ഞു, 3 കസേര ഇവിടെ കൊണ്ടിടാൻ പറഞ്ഞു. 3 കസേര. അപ്പോൾ അവർ ചോദിച്ചു, അതെന്തിനാണ്? ഒന്ന് ഭഗവാന്, പിന്നെ 2 പേരൂടെ വരും കൂട്ടത്തിൽ. അതിലൊന്ന് രാമചന്ദ്രദത്തയാണ്. രാമചന്ദ്രദത്തയാണ് ഭഗവാന്റെ അടുത്ത് ആദ്യം വന്ന ഗൃഹസ്ഥാശ്രമം. ഭഗവാൻ ദക്ഷിണേശ്വരത്ത് താമസിക്കെ ഭഗവാനിലുള്ള ആ ഈശ്വരത്വം പുറമെ പ്രകടമാകുന്ന ആ സന്ദർഭം എത്തുമ്പോൾ ആദ്യമായി അത് തിരിച്ചറിഞ്ഞെത്തിയ ഗൃഹസ്ഥ ഭക്തനാണ് രാമചന്ദ്രദത്ത. അപ്പോൾ രാമചന്ദ്രദത്ത വരും. നമുക്ക് ആളെ പറഞ്ഞിട്ടാണ്, ഇവരൊക്കെ മരിച്ചു പോയവരാണ്. പിന്നെ യോഗിൻ വരും, യോഗാനന്ദ, അതായത് ആ 19 സന്യസ്ത ശിഷ്യന്മാരിൽ ഒരാൾ യോഗാനന്ദ. യോഗിൻ വരും. അപ്പോൾ രാമചന്ദ്രദത്തയും യോഗിനും ഭഗവാനും കൂടെയാണ് വരുന്നത് എന്നെ കൊണ്ടുപോകാൻ. നോക്കി എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്, എത്ര കൃത്യമായിട്ടാണ് ഹസ്ര അത് പറഞ്ഞത്. അപ്പോൾ ആളുകൾക്കൊക്കെ അതൊന്നും അറിയണമല്ലോ എന്നുള്ള, അപ്പോൾ ഒരു ആകാംക്ഷയാണല്ലോ, ഇതൊന്ന് കാണണമല്ലോ എന്നാണ്. അങ്ങനെ 3 കസേര വെച്ചു. ഈ പറഞ്ഞ സമയം അടുത്തപ്പോൾ ഹസ്ര പറഞ്ഞു, ദേ വരുന്നു, ഭഗവാൻ വരുന്നു. ഭഗവാൻ വരികയായിരുന്നു. ഭഗവാനും ഈ 2 പേരും അവിടെ വരികയായിരുന്നു. നേരിട്ട് വരികയാണ് ഹസ്രയെ സ്വീകരിക്കാൻ, ഹസ്രയുടെ ആത്മാവിനെ സ്വീകരിക്കാൻ. അങ്ങനെ ഭഗവാൻ നേരിട്ട് വന്ന് ഹസ്രയെ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ എത്രമാത്രമാണ് ആ ഗൃഹസ്ഥാശ്രമിക്ക് ഭഗവത് സാക്ഷാത്കാരമുണ്ടായത് എന്നുള്ളതാണ് നമ്മൾ ഹസ്രയിലൂടെ മനസ്സിലാകുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഒരു തൊഴിലും ചെയ്യാതെ, കുടുംബത്തിൽ ഒരു പണിയും ചെയ്യാതെ എന്ത് നടക്കുകയും പണത്തിന് വേണ്ടി മാത്രം ഭഗവാനെ സ്മരിക്കുകയും അങ്ങനെ നടന്ന ഒരാൾക്ക് ഉടലോടെ സ്വർഗം എന്നൊക്കെ പറയുന്ന പോലെയാണ്. ആത്മാവിനെ ഈശ്വരൻ നേരിട്ട് വന്ന് സ്വീകരിക്കും. ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഒരു വലിയ അനുഭവ തലമാണ് അവിടെ നമ്മൾ കാണുന്നത്. അതുപോലുള്ള മറ്റൊരാളാണ് ബൽറാം ബസു. അദ്ദേഹത്തെയും ഭഗവാൻ നേരിട്ട് വന്നാണ് സ്വീകരിച്ചത്. ബൽറാം ബസുവിനെ സംബന്ധിച്ച് ഞാൻ 2ാമത് പറഞ്ഞ ഗണത്തിൽപ്പെട്ട ആളാണ്. ബൽറാം ബസു ആവശ്യത്തിലേറെ ധനമുള്ള ആളാണ്. ബൽറാം ബസുവിൻ്റെ അച്ഛൻ, ബൽറാം ബസുവിൻ്റെ അച്ഛൻ രാധാമോഹൻ വലിയൊരു കൃഷ്ണഭക്തനാണ്. അതിസമ്പന്നനാണ്, അതേസമയം വലിയൊരു കൃഷ്ണഭക്തനാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ അതിസമ്പന്നനായതുകൊണ്ട് ആഗ്രഹമുള്ളിടത്തൊക്കെ ബംഗ്ലാവുകൾ പണിയാനുള്ള സാഹചര്യമുണ്ട്. എവിടെ വേണമെങ്കിലും ബംഗ്ലാവ് പണിയാം, കാര്യം അത്രയും സമ്പന്നനാണ്. അതുകൊണ്ട് രാധാമോഹൻ നേരെ വൃന്ദാവനത്തിൽ പോയി ഒരു ബംഗ്ലാവ് പണിഞ്ഞ് അവിടെ അങ്ങ് താമസിച്ചു. ശാരദാദേവിയൊക്കെ പിന്നീട് അവിടെ പോയി താമസിക്കുന്നുണ്ട്. വൃന്ദാവൻ സന്ദർശിക്കുമ്പോൾ അവിടെ പോയാണ് ഈ രാധാമോഹൻ്റെ ബംഗ്ലാവിലാണ് താമസിച്ചത്. ബ്രഹ്മാൻ സ്വാമികളൊക്കെ അവിടെ പോയി താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ഭഗവാന്റെ ഭക്തന്മാരായ ആളുകളൊക്കെ വൃന്ദാവനത്തിൽ പോകുമ്പോൾ താമസിക്കാൻ ഈ രാധാമോഹൻ്റെ ബംഗ്ലാവ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ രാധാമോഹൻ ഒരു ബംഗ്ലാവൊക്കെ പണിഞ്ഞ് വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണ ഭക്തനായിട്ട് സമ്പൂർണ്ണമായി സമർപ്പിച്ച് അവിടെ കഴിയണം. ഈ രാധാമോഹൻ്റെ 5 മക്കളിൽ ഒരാളാണ് ബൽറാം ബസു. ബൽറാം ബസുവിന് 2 സഹോദരന്മാരും 2 സഹോദരിമാരും, അങ്ങനെ 5 പേരാണ്. അപ്പോൾ ഇവരുടെ ബൽറാം ബസുവിൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത്, ഈ രാധാമോഹൻ്റെ സ്ഥലം എന്ന് പറയുന്നത് പുരിയിലാണ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിനടുത്താണ്, അവിടെയാണ് സ്വദേശം. അപ്പോൾ അവിടെ ജനിച്ചു വളർന്നതുകൊണ്ട് ബൽറാം ബസുവിന് കുട്ടിക്കാലം മുതൽ ഈ സന്യാസിമാരോടുള്ളൊരു വലിയ, പുരിയിൽ വരുന്ന ഇഷ്ടംപോലെ സന്യാസിമാർ വരും.
ഈ സന്യാസിമാരോടുള്ള താല്പര്യം വളരെ കൂടുതലായി. മുഴുവൻ സമയവും സന്യാസിമാരെ സേവിക്കുക, അവരെ പരിചരിക്കുക, ഇതായിരുന്നു ബൽറാം ബസു തൻ്റെ ജീവിതകാലം മുഴുവൻ ചെയ്യാണ്ട്. വേറെ ഒരു പണിയും ചെയ്യില്ല, പണിയേണ്ട കാര്യമില്ല, സമ്പന്നനാണ്, അതുകൊണ്ട് പിന്നെ അത്രയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ മുഴുവൻ സമയവും തൻ്റെ ആ ശ്രമം മുഴുവൻ കുട്ടിക്കാലം മുതൽ ഈ സന്യാസിമാരെ, പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വരുന്ന സന്യാസിമാരെ പരിചരിക്കാൻ വേണ്ടിയാണ് നടന്നത്. ഇത് വീട്ടിൽ വലിയ പ്രശ്നമായി. കാര്യം ഇത്രയും സമ്പന്നമായ അവസ്ഥയിലാണ്, ഇതൊക്കെ നോക്കി നടത്തേണ്ട ആളുകളാണ്. അങ്ങനെ വരുമ്പോൾ ഇതുപോലെ മക്കളിങ്ങനെ സന്യാസിമാരുടെ പിന്നാലെ പോകുന്നത് സ്വാഭാവികമായി മാതാപിതാക്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവേണ്ടതാണ്. പക്ഷേ മോഹൻ അത് പറയാൻ പറ്റില്ല. കാര്യം രാധാമോഹൻ ഓൾറെഡി വൃന്ദാവനത്തിലാണ്. അപ്പോൾ അച്ഛൻ വൃന്ദാവനത്തിൽ മുഴുവൻ സമയം ഇരിക്കുകയാണ്, ഇതൊന്നും നോക്കുന്നില്ല. അങ്ങനെ ഒരു അച്ഛന് മകനോട് പറയാൻ പറ്റുമോ, നീ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം, ഞാനിവിടെ ശ്രീകൃഷ്ണ ഭക്തനായിട്ട് ഇരുന്നോളാന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കില്ല. അതുകൊണ്ട് രാധാമോഹൻ ഇത് പറയാൻ പറ്റില്ല മകനോട്. അപ്പോൾ പിന്നെ ചെയ്യാവുന്നൊരു വഴിയെന്ന് പറയുന്നത്, ഈ ഒറീസയിൽ ഈ രാധാമോഹൻ്റെ സ്വത്ത് കുറച്ച് പണവും സഹോദരൻ ബിന്ദു മാധവൻ എന്ന് പറയുന്ന ഈ രാധാമോഹൻ്റെ സഹോദരൻ ബിന്ദു മാധവൻ, അതായത് നമ്മുടെ ബൽറാം ബോസിൻ്റെ ചിറ്റപ്പൻ, അനിയനാണ്. രാധാമോഹൻ്റെ അനിയനാണ് ബിന്ദു മാധവൻ, അത് ബൽറാം ബോസിൻ്റെ ചിറ്റപ്പൻ. ഈ ബിന്ദു മാധവനും കൂടെ ചേർന്ന് കുറച്ച് എസ്റ്റേറ്റ്, ഒരു വലിയ എസ്റ്റേറ്റ് മേടിച്ചു. ഈ എസ്റ്റേറ്റ് മേടിക്കാൻ കാരണം ഇതിൻ്റെ ചുമതല ഈ ബൽറാം ബസുവിനെ അങ്ങ് ഏൽപ്പിക്കാം, അപ്പം അവനെ അതിൽ പിടിച്ചിടാം. അപ്പോൾ ഈ എസ്റ്റേറ്റും കാര്യങ്ങളും ഓഫീസൊക്കെ ആവുമ്പോൾ അവിടെ അങ്ങ് കൂടിക്കോളും എന്ന് വിചാരിച്ച്. എന്നിട്ട് ഈ എസ്റ്റേറ്റ് ഈ ബൽറാം ബസുവിനെ ഏൽപ്പിക്കുകയാണ്. പക്ഷെ ബൽറാം ബസു പുരിയിലാണ്, അയാൾ ഫുൾ ടൈം അമ്പലത്തിലുമാണ്. ഇയാൾക്ക് ഇത് നോക്കി നടത്താനുള്ള താല്പര്യമില്ല. അപ്പോൾ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇയാളെ അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടാൽ പ്രശ്നമാണ്, ഇയാളെ ഒന്ന് ചട്ടം പഠിപ്പിക്കാം എന്ന് വിചാരിച്ച് ഈ ചിറ്റപ്പന് 2 ആൺമക്കളാണ്. മനസ്സിലായില്ലേ? ചിറ്റപ്പൻ്റെ 2 ആൺമക്കളാണ് നിമായി ചരണും ഹരിവല്ലഭനും. അവർ വചനാമൃതത്തിൽ ഇവരൊക്കെ വരുന്നുണ്ട്. അപ്പം നിമായി ചരൺ, ഹരിവല്ലഭൻ അഡ്വക്കേറ്റും കൂടെയാണ്. അപ്പോൾ ഇവരെ 2 പേരെയും കൂടെ ചുമതലപ്പെടുത്തി, നീ ബൽറാം ബസുവിനെ നോക്കിക്കോണം, അവനെ ഈ ജോലികളൊക്കെ പഠിപ്പിച്ചെടുത്ത് അവനെ ഇതിനകത്ത് പിടിച്ചിടണം ഈ കുടുംബകാര്യങ്ങളിൽ എന്ന് ചിറ്റപ്പനാണ് ഏർപ്പെടുത്തിയത്. കാരണം അവരുടെ സ്വത്താണ്. ഈ എസ്റ്റേറ്റ് മേടിച്ചപ്പോൾ ബൽറാം ബസുവിൻ്റെ അച്ഛനും ബൽറാം ബസുവിൻ്റെ അച്ഛൻ്റെ അനിയൻ ചിറ്റപ്പനും കൂടെ ഉള്ളൊരു കണ്ടീഷൻ എന്തെന്ന് വെച്ചാൽ, ഇതിൽ വരുന്ന വരുമാനത്തിൻ്റെ അയാൾക്കുള്ള പങ്ക് വൃന്ദാവനത്തിൽ അയച്ചു കൊടുത്താൽ മതി, അയാൾ ഇങ്ങോട്ട് വരില്ല. ആലോചിച്ച് നോക്കണം, അയാൾക്ക് വൃന്ദാവനത്തിൽ അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ അച്ഛൻ അവിടെ ഫുൾ ടൈം അവിടെയാണ്, ഇതിൻ്റെ പങ്ക് അവിടെ പൊക്കോളും. ബാക്കി ഇതിൻ്റെ ചുമതല മുഴുവൻ നോക്കേണ്ടത് ബൽറാം ബസുവാണ്. പക്ഷേ ബൽറാം ബസു ക്ഷേത്രത്തെ കാര്യങ്ങളിലേക്ക് പോയി. പകരം ഈ പറഞ്ഞ ഹരിവല്ലഭനും നിമാചരണനും കൂടെയാണ് ഈ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഇവരെത്രയൊക്കെ വിചാരിച്ചിട്ട് ഇവൻ നേരെ ആവില്ല. അവസാനം ഇവരൊരു കാര്യം ചെയ്തു, ഇവനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ ഈ ഇങ്ങനെയൊക്കെ പോണവരെ പിടിച്ചു കെട്ടുന്ന ഇവനെ കൊണ്ട് നിർബന്ധപൂർവ്വം ഒരു കല്യാണം കഴിപ്പിക്കും. അങ്ങനെ ബൽറാം ബസുവിനെ കല്യാണം കഴിപ്പിച്ചു. പിന്നീട് പ്രേമാനന്ദ സ്വാമി എന്ന പേരിൽ അറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചേച്ചി കൃഷ്ണവേണിയെയാണ് കല്യാണം കഴിച്ചത് ബൽറാം ബസു. ബൽറാം ബസുവിൻ്റെ ഭാര്യ കൃഷ്ണവേണിയുടെ അനിയനാണ് പിന്നീട് പ്രേമാനന്ദ സ്വാമികൾ എന്നുള്ള പേരിൽ, ബാബുറാം എന്നാണ് വിളിക്കുന്നത്, പ്രേമാനന്ദ സ്വാമികൾ എന്ന് ഭഗവാന്റെ വിവേകാനന്ദൻ്റെ ഒക്കെ സഹ സന്യാസിയായി മാറിയ, ഭഗവാന്റെ നേരിട്ടുള്ള 16 പേരിൽ ഒരാളായി മാറിയ പ്രേമാനന്ദ സ്വാമി. വെല്ലൂർ മഠത്തിൻ്റെയൊക്കെ ജനറൽ സെക്രട്ടറി ആയി പിന്നീട് അങ്ങനെയൊക്കെ വന്ന പ്രേമാനന്ദ സ്വാമി. അപ്പോൾ പ്രേമാനന്ദ സ്വാമിയുടെ ചേച്ചിയായ കൃഷ്ണവേണിയെയാണ് ഈ ബൽറാം ബസുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞെങ്കിലും ഇയാൾ നന്നാവും എന്ന് വിചാരിച്ച് അതിനൊരു വഴിയും കൂടെ ചെയ്തു. ഇയാൾ പുരിയിൽ നിന്നാലാണ് ഇയാൾ ഈ സന്യാസിമാരുടെ പിന്നാലെ പോണത്. അതുകൊണ്ട് ഇയാളെ പിടിച്ച് കൽക്കട്ടയിൽ താമസിപ്പിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ആകുമ്പോൾ പ്രശ്നമില്ലല്ലോ. അങ്ങനെ കൽക്കട്ടയിൽ പുതിയൊരു ബംഗ്ലാവ് മേടിച്ചു. ആ കൽക്കട്ടയിൽ ഇപ്പോഴും ബൽറാം ബസുവിൻ്റെ മന്ദിരം ഇപ്പോഴും നമ്മൾ ശ്രീരാമകൃഷ്ണ മിഷൻ്റെ കീഴിലാണത്. വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു കെട്ടിടമാണ്. അപ്പോൾ അവിടെ ഒരു കെട്ടിടം വാങ്ങിച്ച് അവിടെ താമസിപ്പിച്ചു. എന്നിട്ട് ഇയാളെ കല്യാണം കഴിപ്പിച്ച് അവിടെ താമസിപ്പിച്ചു. ഇയാൾ അവിടെ താമസിക്കുകയാണെങ്കിലും ഇയാൾ കണ്ണ് തെറ്റി അയാൾ പുരിയിലേക്ക് പോകും. ഇയാൾ ഇവിടെ നിൽക്കില്ല. ഇയാൾ ഒരു തരത്തിലും പുരിയിൽ നിന്ന് മാറ്റാൻ പറ്റുന്നില്ല. ഈ ഹരിവല്ലഭനെല്ലാം കൂടെ ഒരുപാട് ശ്രമം നടത്തി. ഇയാൾ കൽക്കട്ടയിൽ നിൽക്കില്ല, ഇയാൾ തിരിച്ച് വീണ്ടും പുരിയിൽ പോകും, ഇയാൾ ഇവിടെ നോക്കൂല. ഇതൊരു വലിയ പ്രശ്നമായി. പിന്നെ ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതായി.
പിന്നെ ഇവർ പതുക്കെ അങ്ങ് ആ കാര്യങ്ങൾ പതുക്കെ അങ്ങ് വിട്ടു. ഇയാൾ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചു, അല്ലാതെ നിവൃത്തിയൊന്നുമില്ല, എന്തെങ്കിലും ചെയ്യട്ടെ പിന്നെ നമുക്ക് ശരിയാക്കാം എന്ന് വിചാരിച്ച് അങ്ങ് വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കൽക്കട്ടയിൽ ഇവരുടെ ഒരു ആചാര്യസ്ഥാനത്തുള്ള ഒരാളുണ്ടായി. കൽക്കട്ടയിൽ ഇവരുടെ കുടുംബ ആചാര്യൻ എന്നൊക്കെ പറയാവുന്ന തരത്തിലൊരാളുണ്ടായി. അദ്ദേഹം ഒരു കത്ത് എഴുതി ഒരു പേപ്പർ, ഇന്ത്യ മിറർ ഉൾപ്പെടെയുള്ള പത്രങ്ങളുടെ ഒരു കട്ടിങ് കൂടെ വെച്ചൊരു കത്ത് എഴുതി കുരിയിൽ ഈ ബൽറാം ബസുവിന് അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞ്, ശ്രീരാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വലിയ യോഗി ഇവിടെ ദക്ഷിണേശ്വരത്ത് വന്ന് താമസിക്കുന്നുണ്ട്, അവിടുത്തെ പൂജാരിയാണ്, നിനക്ക് വേണമെങ്കിൽ പോയൊന്ന് കാണാം. എന്നിട്ട് പത്രത്തിൽ വന്ന അദ്ദേഹത്തെക്കുറിച്ച് പത്രത്തിൽ വന്ന വാർത്തയുടെ കട്ടിങ്സ് ആണെന്നൊക്കെ പറഞ്ഞ് അതെല്ലാം കൂടെ വെച്ചാണ് ഒരു കവർ പോസ്റ്റ് ചെയ്ത് കൊടുത്തു. ഈ കവർ കിട്ടിയപ്പോഴേക്കും ബൽറാം ബസു നേരെ കൽക്കട്ടയ്ക്ക് തിരിച്ചു വന്നു. അപ്പം അങ്ങനെയെങ്കിലും ആളെ ഇങ്ങോട്ട് എത്തിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങേര് കൽക്കട്ടയിൽ വന്ന് നേരെ ദക്ഷിണേശ്വരത്തേക്ക് ചെല്ലുകയാണ് ആദ്യമായിട്ട്. ദക്ഷിണേശ്വരത്ത് ചെന്നപ്പം ബൽറാം ബസു ആദ്യം ദക്ഷിണേശ്വരത്ത് ചെല്ലുമ്പം ആ മുറിയിലൊക്കെ നിറച്ച് ആളുകളൊക്കെ ഇരിക്കുന്നു. ബൽറാം ബസു നോക്കിയപ്പോൾ അന്നത്തെ ബ്രഹ്മസമാജത്തിൻ്റെ സമുന്നതരായ നേതാക്കൾ മുഴുവനും ഇരിക്കുകയാണ്. അപ്പോൾ ബൽറാം ബസു ഞെട്ടിപ്പോയി. ഇത്രയും വലിയ ആളാണോ ഇവിടെ ഇരിക്കുന്നത്? കാര്യം ബ്രഹ്മസമാജത്തിൻ്റെ നേതാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഇന്ത്യ മുഴുവൻ പ്രശസ്തരായ വമ്പന്മാരാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അച്ഛനൊക്കെ ഉൾപ്പെടെയുള്ളവർ വന്ന ആ ശ്രേണിയാണ്. പക്ഷെ അവരൊന്നും ഇവിടെ ഇല്ല. ഇവിടെ വന്നിരിക്കുന്നത് കേശവചന്ദ്രസേനൻ ഉൾപ്പെടെയുള്ളവരാണ്. അന്ന് കേശവചന്ദ്രസേനൻ എന്ന് പറയുന്നത് അന്ന് ഇന്ത്യയിൽ കത്തുന്ന യുവത്വത്തിൻ്റെ പ്രതിനിധിയാണ്. അത്ര വലിയ പ്രഗത്ഭനാണ്. അങ്ങനെയുള്ള കേശവചന്ദ്രസേനൻ ഫ്രണ്ടിൽ വന്ന് കുത്തിയിരിക്കുകയാണ്. ബ്രഹ്മസമാജത്തിൻ്റെ അണികളെല്ലാം അവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ബൽറാം ബസുവിന് അപ്പോഴേ മനസ്സിലായി ഇത് ചെറിയ ആളല്ല ഈ ശ്രീരാമകൃഷ്ണൻ, വളരെ പ്രഗത്ഭനാണ്. അപ്പോൾ അവിടെ വെച്ച് ബൽറാം ബസുവിന് ശ്രീരാമകൃഷ്ണദേവൻ്റെ മുന്നിലേക്ക് വരാനൊരു മടിയുള്ളതുകൊണ്ട് മാറിയിരുന്നു. ഈ ആളുകളെല്ലാം പിരിഞ്ഞ ശേഷം ബൽറാം ബസു ഒറ്റയ്ക്ക് ശ്രീരാമകൃഷ്ണദേവൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു, എന്താണ് പേര്, എവിടുന്ന് വരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ബൽറാം ബസു തന്നെ സ്വയം പരിചയപ്പെടുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ബൽറാം ബസുവിനോട് പറഞ്ഞത്, നീ എനിക്ക് വേണ്ടിയാണ് വന്നത്, നീ ഈ ലോകത്ത് ജനിച്ചത് എനിക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ അവതാരകാലത്ത് ശ്രീരാമകൃഷ്ണദേവനും മുൻപുള്ളൊരു അവതാരകാലം ബംഗാളിലുണ്ട്. അപ്പോൾ ആ അവതാരകാലത്ത് ചൈതന്യ മഹാപ്രഭു ആയിരുന്നപ്പോൾ 15-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ടിനിടയ്ക്ക് വരെ അവതാരമായിരുന്ന ചൈതന്യ മഹാപ്രഭു, അത് ശ്രീരാമകൃഷ്ണദേവന് മുൻപ് ബംഗാളിലുണ്ടായ ഇതേ ഈശ്വരീയ ശ്രീകൃഷ്ണ അവതാരമാണ്. നമ്മുടെ ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഇപ്പോൾ അവരൊക്കെ ഇപ്പോൾ ആ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പിന്തുടർച്ചയിൽ വരുന്നവരാണ്. ആ ചൈതന്യ മഹാപ്രഭു ആ അവതാരകാലത്ത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ചൈതന്യ മഹാപ്രഭു ഒരു സംഘം ആളുകളെയും കൊണ്ട് നാമം ജപിച്ചുകൊണ്ട് വീട് വീടാന്തരം ഇങ്ങനെ കയറിയിറങ്ങി. അതായിരുന്നു ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരു രീതി. ദിവസവും ഭജന പാടിക്കൊണ്ട് ഇങ്ങനെ റോഡിൽ കൂടെ അതാണ് ഈ ഹരേ രാമ ഹരേ കൃഷ്ണക്കാർ തുടരുന്നത്. ആ രീതിയാണ്. കൊട്ടൊക്കെ കൊട്ടി പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കും. അപ്പോൾ ഇതായിരുന്നു ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരു രീതി. അങ്ങനെ നടന്ന സംഘത്തിൽ നീ ഉണ്ടായിരുന്നു, ബൽറാം ബസു ഉണ്ടായിരുന്നു എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് നിന്നെ അറിയാമെന്ന്. ശ്രീരാമകൃഷ്ണദേവൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു, അതിൻ്റെ അടുത്ത അവതാരമാണ്. അപ്പോൾ ആ കണക്ഷൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നീ എനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞത്. എന്നിട്ടൊരു ജോലി ഏൽപ്പിച്ചു. ഇന്ന് മുതൽ നിൻ്റെ ജോലി ഇവിടേക്ക് വെച്ചാൽ എനിക്ക് ഇവിടെ എന്നാണ് പറയുക, ഇവിടേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി ഇവിടെ എത്തിക്കേണ്ട ജോലി നിനക്കാണ്. അങ്ങനെയാണ് ബൽറാം ബസു ഇത് കേട്ട വഴി തന്നെ നേരെ കുതിരവണ്ടിയെടുത്ത് തിരിച്ച് കൽക്കട്ടയിൽ പോയിട്ട് ഉടനെ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്നത് ഒരു മാസത്തേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളുമായിട്ടാണ്. ഭഗവാൻ ആവശ്യമുള്ള എല്ലാ സാധന സാമഗ്രികളും കൊണ്ടും അവിടെ ദക്ഷിണേശ്വരത്തേക്ക് തിരിച്ചു വരികയാണ് ആ കണ്ട ദിവസം തന്നെ. അപ്പോൾ ഭഗവാൻ നമ്മുടെ ഹൃദയനോട് പറയുന്നുണ്ട്, ഹൃദയനോട് ഇതെല്ലാം എടുത്ത് അകത്ത് വെക്കാൻ.
അന്ന് തുടങ്ങിയതാണ് ബൽറാം ബസു. ഭഗവാന്റെ ദേഹത്യാഗം വരെ ബൽറാം ബസു ആണ് ഭഗവാന് വേണ്ട മുഴുവൻ ആഹാരങ്ങളും എത്തിച്ചുകൊണ്ടിരുന്നത്. ആഹാരം മാത്രമല്ല, ഭഗവാനെ കാണാൻ വരേണ്ടവർക്ക് വേണ്ട വള്ളക്കൂലി, വണ്ടിക്കൂലി, സകലതും ബൽറാം ബസു ആണ് എത്തിച്ചുകൊണ്ടിരുന്നത്. ഒരു ഘട്ടത്തിൽ ബൽറാം ബസുവിൻ്റെ വീട്ടിലേക്ക്, അതായത് ഭഗവാനെ ചികിത്സിക്കാനായിട്ട് ഷാംപുക്കൂറിലേക്ക്, അതിന് മുമ്പ് ഷാംപുക്കൂറിന് മുമ്പ് കൽക്കട്ടയിൽ വേറൊരു തെരുവിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ താമസിക്കാൻ പറ്റാതെ വന്നപ്പോൾ ബൽറാം ബസുവിൻ്റെ വീട്ടിൽ തൽക്കാലത്തേക്കൊന്ന് താമസിപ്പിച്ചിട്ടാണ് ഷാംപുക്കൂറിലേക്ക് വരുന്നത്. അങ്ങനെ ഭഗവാനെ വേണമെങ്കിൽ സ്വന്തം വീട്ടിലിരുത്തി ചികിത്സിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ സമ്മതിച്ചില്ല. അത്രയും ഭാരമായൊക്കെ കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ അത് വേണ്ടെന്ന് വെച്ചു. ശാരദാദേവി ഉൾപ്പെടെയുള്ളവർ താമസിച്ചിരുന്നത് പിന്നീട് ബൽറാം ബസുവിൻ്റെ വീട്ടിലാണ്. അത്ഭുതാനന്ദ സ്വാമികൾ, ലാട്ടു മഹാരാജ് എപ്പോഴൊക്കെ പ്രശ്നം വരും അപ്പോഴൊക്കെ പോയി താമസിക്കുന്നത് ബൽറാം ബസുവിൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമുക്ക് കൽക്കട്ടയിൽ പോകുമ്പോൾ കാണാൻ പറ്റും, അതിവിശാലമായ വലിയ വീടാണ്. അപ്പോൾ ആ വീട്ടിലെയാണ്, അന്ന് മുതലാണ് ബൽറാം ബസു ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത്. മുഴുവൻ ചെലവ്, ഭക്ഷണ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ചെലവ് ഭഗവാന്റെ മാത്രമല്ല, ഈ 19 സന്യസ്ത ശിഷ്യന്മാരുടെ ഉൾപ്പെടെ, വിവേകാനന്ദൻ മുതൽ ഉള്ള സന്യസ്ത ശിഷ്യന്മാരുടെ മുഴുവൻ, അവർ പിന്നീട് ഭഗവാന്റെ ജീവത്യാഗത്തിന് ശേഷം ആഹാരം കഴിക്കാൻ നിവർത്തിയില്ല. അവരൊക്കെ അനാഥരെ പോലെ ആയിരുന്നു. കാര്യം ആര് നോക്കാൻ ഇവരെ? അന്നത്തെ കാലത്ത് ഇവരെ ഒന്നും നോക്കാനൊന്നും ആളില്ല. ഇവരെല്ലാം വീടും കൂടും ഒക്കെ ഉപേക്ഷിച്ച് തിരിച്ചു വന്നു. വീട്ടുകാരൊക്കെ ഇവരോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോവാം, ഞങ്ങൾ വീട്ടിൽ വീട്ടിൽ വന്ന് ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കുന്നത് പറഞ്ഞപ്പോൾ അതൊന്നും കേൾക്കാതെയാണ് നരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ഉപേക്ഷിച്ച് പോയത്. വീട്ടുകാരില്ല, മറ്റാരുമില്ല ഇവരെ സഹായിക്കാൻ. അന്ന് ഇവർക്ക് വേണ്ടതെല്ലാം കൊടുത്തുകൊണ്ടിരുന്നതും ഈ ബൽറാം ബസുവാണ്. അത്രമാത്രം സ്വന്തം ജീവിതം പൂർണ്ണമായി ഭഗവാന്റെ കാര്യത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞു വച്ച ആളാണ്. അവസാനം ബൽറാം ബസുവിൻ്റെ അന്ത്യവും പറയുന്നുണ്ട്. ഈ പറഞ്ഞ വീട്ടിൻ്റെ മട്ടുപ്പാവിൻ്റെ, അതായത് 2ാമത്തെ നിലയിലുള്ള ഒരു മുറിയിലാണ് ബൽറാം ബസു അവസാനം ആ മരണാസന്നനായി കിടക്കുമ്പോൾ എല്ലാവരും ഉണ്ട്, ഭാര്യയും മക്കളും മറ്റ് ഭഗവാന്റെ സന്യസ്ത ശിഷ്യന്മാരും ഒക്കെ അപ്പോൾ അവിടെ വന്നിരുന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ബൽറാം ബസു കിടക്കുന്ന മുറിയുടെ വെളിയിലേക്കൊരു വരാന്തയുണ്ട്, ഒരു ടെറസ് ഉണ്ട്. മുകളിലത്തെ നിലയാണ്, അപ്പോൾ ഒരു ടെറസ് ഉണ്ട്. ഏതാണ്ട് അന്ത്യസമയം അടുക്കാറാവുമ്പോൾ പറയുന്നത്, ശാരദാനന്ദ സ്വാമികൾ ഇതിൻ്റെ ദൃക്സാക്ഷിയാണ്. ശാരദാനന്ദ സ്വാമികൾ ലീലാമൃതത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ദൃക്സാക്ഷിയാണ് ശാരദാനന്ദ സ്വാമികൾ. ലീലാമൃതത്തിൻ്റെ ഒരു പ്രത്യേകത, നേരിട്ട് അനുഭവമുള്ളത് അല്ലാത്ത ഒന്നും അതിനകത്ത് എഴുതിയിട്ടില്ല. ശാരദാനന്ദ സ്വാമികൾ അത് എഴുതിയിട്ടുണ്ട്. അന്ത്യരംഗം ബൽറാം ബസുവിൻ്റെ. ഈ അന്ത്യരംഗം അടുക്കാറാവുമ്പോൾ നോക്കുമ്പോൾ ആകാശത്ത് കാർമേഘങ്ങൾ അങ്ങ് ഇരുണ്ട് കൂടാൻ തുടങ്ങി. ഈ കാർമേഘങ്ങളിൽ, അതായത് ഒരു തരത്തിലും മഴക്കാലമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു മഴയുടെ ലാഞ്ചന പോലും ഇല്ലാത്തൊരു കാലഘട്ടം. അപ്പോഴാണ് ഈ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടാൻ തുടങ്ങി. എല്ലാവരും വിചാരിച്ച് കടുത്ത മഴ വരാൻ പോവുകയാണെന്നാണ്. ഈ കാർമേഘങ്ങളെല്ലാം കൂടി ഇരുണ്ടുകൂടി അതൊരു രഥത്തിൻ്റെ രൂപഘടനയിലേക്ക്, ഒരു രഥം പോലെയായത്. ആ രഥം മെല്ലെ 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 വന്ന് ഈ ബൽറാം ബസുവിൻ്റെ വീടിൻ്റെ ടെറസിൽ വന്ന് ഇറങ്ങി. അതിൽ നിന്ന് ഭഗവാൻ ഇറങ്ങി നടന്ന് വന്ന് മുറിയിൽ വന്ന് ബൽറാം ബസുവിൻ്റെ കൈ പിടിച്ചു. അങ്ങനെയാണ് ആത്മാവിനെ ഭഗവാൻ സ്വീകരിച്ചത്. 2ാമത്തെ ഗൃഹസ്ഥ ഭക്തൻ. ആലോചിച്ചു, 2ാമത്തെ ഗൃഹസ്ഥ ഭക്തൻ. ഇനി ഒരാളെ കൂടെ ഭഗവാൻ ഇങ്ങനെ കൊണ്ടുപോകും. നമ്മളീ പറഞ്ഞ 3ാമത്തെ ഗണത്തിൽപ്പെട്ടത്. അതായത് നമ്മളാരും മനുഷ്യരാണെന്ന് പരിഗണിക്കാതെ അകറ്റി നിർത്തുന്ന ആളുകൾ. എന്നാൽ അവർ നമുക്ക് ആവശ്യക്കാരുമാണ്. നമ്മുടെ പല ആവശ്യങ്ങൾക്കും അങ്ങനെയുള്ള ആളുകൾ നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും അവരെ നമ്മുടെ ഒരു മനുഷ്യൻ്റെ പരിഗണനയിലേക്ക് നമ്മൾ അവരെ ഒരിക്കലും ട്രീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരാളാണ് റസിക് എന്ന് പറയുന്ന ഒരാൾ. റസിക് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത്, ഞാനിത് പറയുമ്പം നമ്മൾ ഇന്നത്തെ ഒരവസ്ഥയിൽ എടുക്കരുത്. ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് നിയമം ഒക്കെ മാറി പല രൂപഘടനയിൽ വന്നതുകൊണ്ട് അന്നത്തെ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ ഇന്ന് നിയമപരമായി നമുക്ക് ഉപയോഗിച്ചുകൂടാ. പക്ഷെ അന്നത്തെ കഥയിൽ, ആ കാലഘട്ടത്തിൽ നമുക്കിതിങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. റസിക് എന്ന് പറയുന്നത് ഒരു ഹരിജനായിരുന്നു, വളരെ താഴ്ന്ന നിലയിലുള്ള ഒരാൾ.
അതായത് ദൃഷ്ടിയിൽ പെടാൻ പാടില്ല. അങ്ങനെയുള്ളവർ ദൃഷ്ടിയിൽ പെടാൻ പാടില്ല. അയിത്തം. കാര്യം ബംഗാളിലോ അല്ല കേരളത്തിലൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അങ്ങനെ ആ അവസ്ഥ അന്നത്തെ കാലത്ത്. ഈ റസിക്കിന് ദൃഷ്ടിയിൽ പെടാൻ പാടില്ല. ഒരാളുടെ ദൃഷ്ടിയിൽ പെട്ടാൽ, റസിക്ക് ഒരു ബ്രാഹ്മണന്റെ ദൃഷ്ടിയിൽ പെട്ടാൽ ബ്രാഹ്മണനാണ് അതിൻ്റെ പ്രശ്നം, അല്ല റസിക്കിനല്ല. ബ്രാഹ്മണൻ 3 നേരം കുളിക്കണം, പിന്നെ പ്രായശ്ചിത്തം ചെയ്യണം. എങ്കിൽ മാത്രമേ ബ്രാഹ്മണന് പിന്നെ ക്ഷേത്രത്തിൽ കയറാൻ പറ്റുള്ളൂ. റസിക്കിനെ കണ്ടാൽ നോക്കൂ, റസിക്കിനെ കണ്ടാൽ 3 നേരം കുളിച്ചേ ഒരു ബ്രാഹ്മണന് പിന്നെ ക്ഷേത്രത്തിൽ കയറാൻ പറ്റും, പ്രായശ്ചിത്തം കൂടെ ചെയ്തിട്ട്. പക്ഷെ റസിക്കിൻ്റെ ജോലി എവിടെയാണ്? ദക്ഷിണേശ്വരൻ ക്ഷേത്രത്തിൽ. അതാണ് ഇതിൻ്റെ വൈരുദ്ധ്യം എന്ന് പറഞ്ഞത്. റസിക്ക് ദക്ഷിണേശ്വരൻ ക്ഷേത്രത്തിലെ ജോലിക്കാരനാണ്, ദേവസ്വം ജോലിക്കാരനാണ്. പക്ഷെ റസിക്കിനെ ബ്രാഹ്മണൻ കാണാനും പാടില്ല. ആലോചിച്ച് നോക്കുക, അപ്പോൾ ആ റസിക്കിൻ്റെ ജീവിതം എങ്ങനെ ഇരിക്കുമെന്ന്. റസിക്കാണ് ശ്രദ്ധിക്കേണ്ടത്, ആരുടെയും കണ്ണിപ്പെടാതെ നിൽക്കണം. അപ്പോൾ റസിക്ക് ഈ ക്ഷേത്രത്തിന് പുറമെയാണ്, ഈ ക്ഷേത്രത്തിൻ്റെ രീതി, ഈ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറമെ ഒരു വലിയ ഗാർഡനും ഒക്കെയുള്ള കുളമൊക്കെയുള്ള പുറമേ ഉണ്ട്. അതാണ് ആ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, അതിൻ്റെ പുറമേ ഉണ്ട്. അതുവഴി ഇങ്ങനെ നടപ്പാതകളുണ്ട്. ഈ നടപ്പാതകൾ ക്ലീൻ ചെയ്യുക, ഈ ഗാർഡൻ നോക്കുക, ഇതാണ് റസിക്കിൻ്റെ ജോലി. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് വരണ്ട. പക്ഷേ ഈ വെളിയിൽ ജോലി ചെയ്യുന്ന റസിക്ക് അവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ ജോലിയിൽ ഏർപ്പെടുമ്പോൾ ആരും കാണാൻ പാടില്ല. അങ്ങനെ ആരും കാണാതെ ഈ ജോലി ചെയ്യണം. ഇതാണ് റസിക്കിൻ്റെ ജോലിയുടെ പ്രത്യേകത. ദേവസ്വംകാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദേവസ്വത്തിലുള്ള ആരും റസിക്കിനെ കണ്ടിട്ടേയില്ല, കാണാൻ പറ്റുമല്ലോ. ആ പണം കൊടുക്കുന്ന, ശമ്പളം കൊടുക്കുന്ന ഒരാൾക്ക് മാത്രമേ അറിയാവൂ ഇങ്ങനെ ഒരു ജീവനക്കാരനുണ്ടെന്ന്. പണ്ട് നമ്മളിവിടെ പോസ്റ്റ് ഓഫീസിൽ ഇല്ലൻ്റ് മേടിക്കാനോ അല്ലെങ്കിൽ കാർഡ് മേടിക്കാനോ പോകാൻ പറ്റില്ലായിരുന്നല്ലോ ഇങ്ങനെയുള്ളവർക്ക്. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്നത് കാട്ടിനടിയിൽ, ആ പോസ്റ്റ് ഓഫീസിന് മുമ്പിലുള്ള കാട്ടിനകത്ത് ഒളിച്ചിരിക്കും. എന്നിട്ട് അവിടുന്ന് എല്ലാവരും ആരും ഇല്ലെന്ന് അറിഞ്ഞ് ഉറപ്പ് വരുത്തിയ ശേഷം നേരെ വന്ന് ഈ മുറ്റത്ത് ഒരു ഇല വെച്ചിട്ട് ആ ഇലയിൽ പൈസ വെച്ച് ഒരു കല്ലും കൂടെ വെച്ചിട്ട് തിരിച്ച് കാട്ടിൽ പോയി ഒളിച്ചിരിക്കും. എന്നിട്ട് ഉറച്ചു കൂവും. അപ്പോഴാണ് പോസ്റ്റ് മാസ്റ്റർ പുറത്തിറങ്ങി വന്ന് ഈ പൈസ എടുത്തുകൊണ്ട് പോയി കാർഡ് തിരിച്ച് കൊണ്ടുവന്ന് അതുപോലെ കല്ല് വെച്ച് ഇലയും വെച്ച് കല്ല് വെച്ചിട്ട് എല്ലാവരും പോയി കഴിയുമ്പോൾ ഇവർക്ക് വന്ന് ഈ ഇല്ലൻ്റെ എടുക്കാം. ഇത് കേരളത്തിലും ഉണ്ടായിരുന്നു. ഈ സെയിം പാറ്റേൺ ആണ് അവിടെയും പറയുന്നത്. അപ്പോൾ റസിക്ക് ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം ജോലി ചെയ്യാൻ. അപ്പോൾ റസിക്ക് ജോലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇയാൾ ഓരോ മരങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. മരങ്ങളുടെ ഇടയിൽ നിൽക്കും, പെട്ടെന്ന് വന്ന് ഇവിടെ തൂക്കും, മരങ്ങൾ മാറും. അങ്ങനെ മരത്തിൻ്റെ മറവിലും ചെടിയുടെ മറവിലും നിന്ന് വേണം ഇയാളെ ഏൽപ്പിച്ച തൂപ്പ് ജോലി മുഴുവൻ ചെയ്യാൻ. ആലോചിച്ചു, എത്ര കഷ്ടപ്പെട്ട ജോലിയാണ് ഇയാൾ എടുക്കുന്നത്. ഇയാളുടെ ശമ്പളം 2 രൂപയാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിഷമിക്കണ്ട. ശ്രീരാമകൃഷ്ണദേവൻ്റെ ശമ്പളം 5 രൂപയാണ്. ശ്രീരാമകൃഷ്ണദേവൻ പൂജാരിയാണ്. പൂജാരിയുടെ ശമ്പളം 5 രൂപയും തൂപ്പുകാരന് 2 രൂപയും ദേവസ്വത്തിന്. അതാണ് ഇവർ തമ്മിലുള്ള അന്തരം. 3 രൂപയുടെ അന്തരമേ ഉള്ളൂ ഇവരുടെ സാമ്പത്തിക ഇതിൽ. പക്ഷെ ജീവിതത്തിൻ്റെ രീതി വേറെയാണ്. അപ്പോൾ റസിക്ക് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയുടെ മുന്നിൽ നിറച്ച ആളുകൾ വരുന്നവരെല്ലാം വലിയ പ്രഗത്ഭരാണ് എന്നൊക്കെ മനസ്സിലായി. ഈ റസിക്കിന് തോന്നുകയാണ് ഇതൊരു വലിയ അവതാര പുരുഷനല്ലേ എന്ന് റസിക്കിന് തോന്നുകയാണ്. റസിക്കിൻ്റെ മനസ്സിൽ ആ തോന്നലുണ്ടാവുക. ഇപ്പം റസിക്കിന് വലിയൊരു ആഗ്രഹം, എങ്ങനെ ഈ അവതാര പുരുഷൻ്റെ കാൽക്കൽ ചെന്നൊന്ന് നമസ്കരിക്കും. ഇതാണ് റസിക്കിൻ്റെ ആഗ്രഹം. അങ്ങനെ എങ്ങാനും ചെയ്താൽ റസിക്കിൻ്റെ കഥ കഴിയും. അതാണ് അതിനകത്തുള്ള പ്രത്യേകത. ആരെങ്കിലും അറിഞ്ഞ് ഇങ്ങനൊരു ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞാൽ അവൻ്റെ കഴുത്ത് കിട്ടും. അവനെ വെളിയിൽ പറയാൻ പറ്റില്ലല്ലോ, ആരോട് പറയാനാണ്. അങ്ങനെ റസിക്ക് പല കാലമായി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ മുന്നിൽ ചെന്ന് പെടാനായിട്ട്. എന്നാൽ വേറെ ആരും കാണാനും പോകാറില്ല. വേറെ ആരെങ്കിലും കണ്ടാൽ അപകടമാണ്. ഇതിനു വേണ്ടി ഇവൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി, എങ്ങനെ പറ്റും. അപ്പം ഭഗവാന്റെ ഓരോ ചലനങ്ങളും ഇവൻ പഠിക്കാൻ തുടങ്ങി. ഭഗവാനെ എവിടെ വെച്ച് കണ്ടാൽ, എങ്ങനെ കണ്ടാൽ മറ്റുള്ളവർ കാണാതിരിക്കും, എനിക്ക് മാത്രം കാണാൻ പറ്റും. അങ്ങനെ ഒരു സാഹചര്യം എന്താണെന്നായി ഇവന് അന്ന് ആലോചിച്ച് നോക്കുക. വേറെ ആരും ഭഗവാനെ കാണാത്ത ഒരു സ്ഥലം. അപ്പോൾ അവിടെ എനിക്ക് കാണാൻ പാകത്തിന് എനിക്ക് ചെല്ലാൻ പറ്റണം.
അതേതായിരിക്കും ആ സ്ഥലം എന്നാണ് റസിക്ക് തപ്പി നടന്നത്. അങ്ങനെ റസിക്ക് ഒരു സ്ഥലം കണ്ടുപിടിച്ചു. എന്താണ്? അന്നത്തെ കാലത്ത് ഈ പഞ്ചവടിയുടെ ഭാഗത്തൂടെ പോയി മൂളിമരങ്ങളുള്ള ഭാഗത്താണ് ശ്രീരാമകൃഷ്ണദേവൻ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നത്, വെളിക്കിറങ്ങാനൊക്കെ പോകുന്നത്. അപ്പം ഈ കൂടെ പോകുന്ന അന്ന് രാംലാലോ ആരെങ്കിലും ആയിരിക്കും വെള്ളവുമായിട്ട്, കിണ്ടിയിൽ വെള്ളവുമായിട്ട് കൂടെ പോകുന്നത്. അവർ ഈ പഞ്ചവടി വരെ പോവുകയുള്ളൂ. അത് കഴിഞ്ഞ് കാട്ടിനകത്തേക്ക്, ആ മൂളിമരമൊക്കെ ഉള്ള കാട്ടിനകത്തേക്ക് ഭഗവാൻ മാത്രമേ പോകൂ. കാര്യം അദ്ദേഹം പ്രാഥമിക കർമ്മം അവിടെ പോയി നിൽക്കാൻ പറ്റുമല്ലോ. അദ്ദേഹം അതിനകത്തോട്ടാണ് വെളിക്കിറങ്ങാൻ പോകുന്നത്. ഇപ്പോൾ റസിക്ക് എന്ത് ചെയ്തു? നേരത്തെ ഈ കാട്ടിനകത്ത് കയറി ഒളിച്ചു. ഇനി അതിനകത്ത് ആരും വരില്ല. ഭഗവാൻ അവിടെ ചെന്ന് വെളിക്കിറങ്ങി എഴുന്നേറ്റ സമയത്ത് ദാ വരുന്നു. റസിക്ക് നേരെ ചെന്ന് കാൽക്കൽ വീണ് നമസ്കരിച്ച്. റസിക്ക് കാൽക്കൽ വീണ് നമസ്കരിച്ചതോടുകൂടി ഭഗവാൻ സമാധി അവസ്ഥയിലായി. എന്നിട്ട് ഭഗവാൻ അത് കഴിഞ്ഞപ്പോൾ റസിക്ക് അങ്ങ് മാറി, ഭഗവാൻ അങ്ങ് പോവുകയും ചെയ്തു. ഇതൊന്നും ലോകത്താരും അറിഞ്ഞില്ല. പക്ഷെ ഭഗവാനും റസിക്കും തമ്മിൽ അതോടുകൂടി ഒരു വലിയ ബന്ധം രൂപപ്പെടാൻ തുടങ്ങി. അതെങ്ങനെയെന്ന് വെച്ചാൽ, ശ്രീരാമകൃഷ്ണദേവൻ രാത്രികളിൽ, ഇത് വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്, ഈ ഭാഗം നരേന്ദ്രൻ ആയിരിക്കെ വിവേകാനന്ദ സ്വാമി ഇത് പറഞ്ഞിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ ഭഗവാൻ ഒറ്റയ്ക്ക് റസിക്കിൻ്റെ കുടിലേക്ക് പോകും. ശരീരം ഇവിടെ കാണാം, പക്ഷെ ഭഗവാന്റെ ആ ചൈതന്യം അങ്ങോട്ടും. റസിക്കിന് അവിടെ കാണാൻ പറ്റും ഭഗവാൻ. അത് വളരെ ഈ പഴയ ചാളകൾ എന്ന് പറയും, ഈ ഏറ്റവും കീഴ്ജാതിക്കാർ താമസിക്കുന്ന അതുപോലുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ഈ കോളനി എന്നൊക്കെ പറയുന്ന പോലുള്ള അന്നത്തെ കാലത്തെ ആ സംവിധാനമുള്ള സ്ഥലം. ആ കുടിലിലേക്ക് ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ ചൈതന്യം മാത്രം അവിടെ ചെല്ലും. കാര്യം ശ്രീരാമകൃഷ്ണദേവൻ അങ്ങനെ ശരീരത്തോടു കൂടി അവിടെ പോകാൻ പറ്റില്ല. അന്നത്തെ അവസ്ഥ ഏതാണ്? അപ്പം ചൈതന്യം അവിടെ ചെല്ലുവാൻ. അങ്ങനെ റസിക്കുമായിട്ട് എല്ലാ രാത്രികളിലും ശ്രീരാമകൃഷ്ണദേവനും റസിക്കും തമ്മിൽ പരസ്പരം പരസ്പരം ബന്ധമുണ്ടാകും. അതാണ് റസിക്കിന് കിട്ടിയ ഏറ്റവും വലിയൊരു ഇത്. എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ റസിക്കിനോട് പറഞ്ഞു, നീ നിൻ്റെ വീടിൻ്റെ ആ കുടിലിൻ്റെ മുൻവശത്ത്, കുടിലൊന്നുമല്ല, അത് പറയുന്നത് ഒരു കുടിലേ അല്ല, ഒരു ചാള, എന്തോ ഒരു മറച്ചുകെട്ട് സ്ഥലം. അപ്പം അവിടെ ആരാധന നടത്താനുള്ള സൗകര്യമില്ല. കാര്യം അതിനകത്താണ് ഇവരുടെ ഇറച്ചിയും മീനും വെക്കലും ഭക്ഷണം വെക്കലും എല്ലാം കിടന്നുറങ്ങും, എല്ലാം അതിനകത്താണ്. അപ്പോൾ അവിടെ ഒരു ആരാധനാക്രമത്തിന് പറ്റിയ സ്ഥലമല്ല. അപ്പോൾ റസിക്കിനോട് പറഞ്ഞു, നീ പുറമെ ഒരു തുളസിത്തറ നിർമ്മിക്കാൻ പറഞ്ഞു. ഇപ്പോഴും ആ തുളസിത്തറ നമ്മൾ അവിടെ ദക്ഷിണേശ്വരത്ത് ചെന്നാൽ നമുക്ക് ആ തുളസിത്തറ, ആ സ്ഥലവും തുളസിത്തറയും ഇപ്പോഴും ഉണ്ടാവും. ആ തുളസിത്തറ നിർമ്മിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ തുളസിത്തറയുടെ മുന്നിലിരുന്നു കൊണ്ട് നീ നിൻ്റെ സാധനയും ഭജനവും ചെയ്യും. വേറെ ആരും ഇയാൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് സമൂഹം അറിഞ്ഞാൽ ഇയാളെ കൊല്ലും. ഇയാൾ സാധന നടത്തുന്നതോ ഭജന നടത്തുന്നതോ അല്ലെങ്കിൽ ഈശ്വരാരാധന നടത്താനൊന്നും അവകാശമില്ലാത്ത ആളാണ്. അതുകൊണ്ട് ഇയാളുടെ ആ ചാളയുടെ വശത്ത് ഒരു തുളസിത്തറ പോലെ ഉണ്ടാക്കി അവിടെ ഇരുന്നാണ് ഇയാൾ സാധനയും ഭജനവും ഇയാളുടെ ജീവിതകാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ തരത്തിലാണ് റസിക്ക് തൻ്റെ സാധന കൊണ്ടുപോയത്. അവസാനം റസിക്ക്, ഈ ശ്രീരാമകൃഷ്ണദേവൻ ദേഹത്യാഗം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ അവിടെ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നോക്കിയിരുന്ന മരുമകനിലെ സഹോദരൻ്റെ മകൻ രാംലാൽ, രണ്ടാമത്തെ ജ്യേഷ്ഠൻ്റെ രാമേശ്വരൻ്റെ മകനാണ് രാംലാൽ. രാംലാലാണ് ശ്രീരാമകൃഷ്ണദേവനെ സഹായിക്കാൻ അവസാന കാലത്ത് ദക്ഷിണേശ്വരത്തുണ്ടായിരുന്നത്. ആ ദക്ഷിണേശ്വരത്തെ പൂജാരിയും രാംലാലായിരുന്നു. ആ സ്ഥാനത്ത് രാമലാലിനോട്, ഈ ദേഹത്യാഗത്തിന് തൊട്ടു മുമ്പായിട്ട് ശ്രീരാമകൃഷ്ണദേവൻ രാമലാലിനോട് പറഞ്ഞു, ആളെ ഒന്നും പറഞ്ഞു, കാരണം ആളെ പറയാൻ പാടില്ല, അതുകൊണ്ട് പൊതുവായി പറഞ്ഞു, എന്നെ അന്വേഷിച്ചോ എന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ആര് വന്നാലും അവർക്ക് നീ പ്രസാദവും ഗംഗാജലവും കൊടുക്കണം എന്ന് പറഞ്ഞേൽപ്പിച്ചു. ഈ റസിക്കെന്ന് പറയാൻ പറ്റില്ല, കാര്യം അന്നത്തെ ബ്രാഹ്മണ്യ അവസ്ഥ കൊണ്ട് അങ്ങനെ ആ പേരൊന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് പൊതുവേ അങ്ങ് പറഞ്ഞു, ആര് വന്നാലും, ആരാ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വന്നിട്ട് എന്നെ അന്വേഷിച്ച് വരികയോ അങ്ങനെ വന്ന ഒരാൾക്ക് നീ ഗംഗാജലവും പ്രസാദവും കൊടുത്തിരിക്കണം എന്ന് നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു. ഇത് റസിക്കിന് വേണ്ടിയാണ് പറഞ്ഞത്. പക്ഷേ റസിക്കെന്ന് പറഞ്ഞുമില്ല, രാമലാലിനെ അറിയയില്ല ഇത് എന്തിനാ പറഞ്ഞത്. അതുകൊണ്ട് രാമലാൽ ആര് വന്നാലും ഇത് ചെയ്യുമായിരുന്നു. അങ്ങനെ ശ്രീരാമകൃഷ്ണദേവൻ്റെ ദേഹത്യാഗം എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ റസിക്കിൻ്റെ അന്ത്യം അടുക്കുന്നത്. അപ്പോൾ റസിക്കിൻ്റെ അന്ത്യം അടുക്കാൻ നേരത്തും ഇതേപോലെ
റസിക്ക് പറഞ്ഞു, എൻ്റെ ഈ ശരീരം ആ തുളസിത്തറയുടെ മുന്നിൽ കൊണ്ടുപോയി കിടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ നേരത്തെ നമ്മൾ ഈ മറ്റ് രണ്ടുപേരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ റസിക്ക് രോഗഗ്രസ്തമായ അവസ്ഥയിൽ അവിടെ കൊണ്ട് കിടത്തിക്കഴിഞ്ഞ് റസിക്കിൻ്റെ ഭാര്യ നേരെ ഈ ദക്ഷിണേശ്വരത്ത് ഗംഗാതീരത്ത് മാറി നിന്ന് ഉറക്കെ കരഞ്ഞു. അപ്പോൾ ഈ രാംലാൽ ഇത് ക്ഷേത്രത്തിൽ നിന്ന് കേട്ടു. രാംലാൽ നോക്കിയപ്പോൾ റസിക്കിൻ്റെ ഭാര്യ അവിടെ നിന്ന് കരയുന്നു. അപ്പോൾ രാംലാലിന് കാര്യം മനസ്സിലായി. ഇതാണ് ശ്രീരാമകൃഷ്ണദേവൻ അപ്പോൾ പറഞ്ഞു. ഉടൻ തന്നെ രാംലാൽ അകത്ത് പോയി പ്രസാദവും ഗംഗാജലവും കൂടെ കൊണ്ടുപോയി രാംലാൽ ഈ റസിക്കിൻ്റെ ഭാര്യയെ ഏൽപ്പിച്ചു. ഓടി അതും കൊണ്ട് തിരിച്ചിവിടെ വന്ന് ആ ഗംഗാജലവും പ്രസാദവും റസിക്കിന് കൊടുത്തതോടുകൂടി റസിക്ക് അന്ത്യനിമിഷത്തിലേക്ക് അടുക്കുകയാണ്. അന്ത്യമായില്ല, അന്ത്യനിമിഷത്തിലേക്ക് അടുക്കുക. ഈ സന്ദർഭത്തിലാണ് ഭഗവാൻ നേരിട്ട് വരുന്നത്. ഭഗവാൻ നേരിട്ട് വന്നാണ് ആത്മാവിനെ സ്വീകരിച്ചത്. അങ്ങനെ മൂന്നേ പേരെ ഭഗവാൻ സ്വീകരിച്ചിട്ടുള്ളൂ ഈ തരത്തിൽ. അതിൽ മൂന്നാമത്തെ ആളാണ് റസിക്ക്. ഇതാണ് ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഒരു വലിയ ചിത്രം. എങ്ങനെയാണ് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുക, ഈശ്വരൻ എങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുന്നത്, സ്വീകരിക്കുന്നത് എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണങ്ങളാണ് ഈ മൂന്ന്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോ നമ്മളുടെ ചിന്തയോ നമ്മളുടെ മറ്റ് യാതൊരു തരത്തിലുള്ള ഇടപാടുകളോ ഒന്നുമല്ല ഈശ്വരന് ആവശ്യം. നമ്മൾ എത്രമാത്രമാണ് ഈശ്വരനെ സദാ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നതെന്നുള്ളതാണ്. നമ്മളൊരു പാർട്ട് ടൈം ഭക്തനായി ജീവിക്കുക എന്നുള്ളതല്ല, ഫുൾ ടൈമാണ്. മുഴുവൻ സമയവും ഭഗവാനെക്കുറിച്ചുള്ള ചിന്ത മാത്രം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുക. അതിനും ഭഗവാൻ വഴി പറഞ്ഞു തന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് എന്നുള്ളത്. ഇതെങ്ങനെ മുഴുവൻ സമയവും ഭഗവത് കാര്യം മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഗൃഹസ്ഥനോ അല്ലെങ്കിൽ ഒരു ലൗകിക മനുഷ്യനോട് പറഞ്ഞാൽ സാധ്യമാണോ എന്നുള്ളത്. അല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഭഗവാന് കൊടുത്തേരെ, എന്തും ഭഗവാനെ അങ്ങ് ഏൽപ്പിച്ചേരെ. അതാണ് ഭഗവാൻ ഗിരീഷ് ചന്ദ്ര ഘോഷിനോട് പറഞ്ഞു, നീ മദ്യപിച്ചു എനിക്ക് തന്നേരെ എന്ന് പറഞ്ഞു. മദ്യം എടുത്ത് എനിക്ക് തന്നേരെ, നിർത്തി കഴിച്ചു. അതാണ് ഗിരീഷ് ചന്ദ്ര ഘോഷിനോട് പറഞ്ഞത്. അല്ല, മദ്യപിക്കരുതെന്ന് പറഞ്ഞില്ല. മദ്യപിച്ചോ, ആ മദ്യം എനിക്കെന്ന് പറഞ്ഞ് തന്നിട്ട് മദ്യപിച്ചു, നീ മദ്യപിച്ചു. അപ്പോൾ എന്തും നമ്മുടെ ഏത് പ്രവൃത്തിയും ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ്. അത് ഇന്നതെന്നൊന്നുമില്ല, എന്തും. ഹിരണ്യകശിപു എല്ലാം സമർപ്പിച്ചത് ഭഗവാന്റെ പേരില്ല, പക്ഷെ ദേഷ്യമായിരുന്നു മനസ്സിലെന്ന് മാത്രം. നാരായണനെ കൈ കിട്ടിയാൽ കൊല്ലും എന്നുള്ള തീരുമാനത്തിലായിരുന്നു. അപ്പോൾ നാരായണനെ കൊല്ലുക എന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് ഹിരണ്യകശിപുവിൻ്റെ ചിന്തയിലുള്ളത്. പക്ഷെ ചിന്തയിൽ നാരായണനാണ്. അതാണ് അതിനകത്തെ പ്രത്യേകത. ചിന്തയിൽ നാരായണനാണ്. പൗണ്ഡ്രകന് വിഷ്ണുവിനെ പുച്ഛമാണ്. വിഷ്ണു ചെയ്യുന്ന എല്ലാം എനിക്ക് കഴിയുമെന്ന് പറഞ്ഞു. പക്ഷെ ചിന്തയിലും ശരീരത്തിലും നാരായണൻ മാത്രമായി. അജാമളൻ നാരായണ എന്നുള്ളൊരു വാക്ക് പോലും ചൊല്ലില്ല. പക്ഷെ രണ്ടാമത്തെ മകൻ അജാമളൻ നാരായണൻ എന്ന് പേരിട്ട് പോയി. അവസാനം മരിക്കാൻ കിടക്കുമ്പോൾ ഊർധൻ വലിക്കുന്നതിനിടയിൽ നാരായണ എന്നൊന്ന് വിളിച്ചുപോയി. മോനെയാണ് വിളിച്ചത്, പക്ഷെ വന്നത് നാരായണനായിപ്പോയി. ഇത്രയേ ഉള്ളൂ. നാരായണൻ ഇതേ ആവശ്യപ്പെടുന്നുള്ളൂ. ഭഗവാൻ ഇത് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അല്ലാതെ നമ്മൾ നൽകുന്ന തങ്ക കിരീടമോ നമ്മൾ കൊണ്ട് സമർപ്പിക്കുന്ന നമ്മുടെ സാമ്പത്തിക നിലയനുസരിച്ചുള്ള വഴിപാടുകളോ ഒന്നും ഭഗവാൻ ഇച്ഛിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നാണ് ഈ കഥകൾ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഈ ഉദാഹരണ കഥകൾ. ഇതിൻ്റെ ഒരു ശാസ്ത്രവശമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഈ കഥകൾ സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞ ആളുകളിലൂടെ വരുമ്പോൾ ഈ ആളുകൾ എങ്ങനെയാണ് ഭഗവത് സാക്ഷാത്കാരത്തിന് മറ്റുള്ളവരെക്കാൾ. ഈ 19 സന്യസ്ത ശിഷ്യന്മാർക്ക് ആർക്കും ഈ ഭാഗ്യം ഉണ്ടായില്ല. വിവേകാനന്ദനുണ്ടായില്ല, ആർക്കും ഉണ്ടായില്ല. ആരും ഭഗവത് കൃപ കൊണ്ട് അവരുടെ ഇത്രയും സാക്ഷാത്കാരത്തിലേക്ക് വന്നവരാരുമില്ല. ഈ റസിക്കിന് കിട്ടിയ ആ അനുഭവം ആർക്കും കിട്ടിയില്ല. ബലറാം ബസുവിന് കിട്ടിയത് ആർക്കും കിട്ടിയില്ല. എന്നിട്ട് ഹസ്രയ്ക്ക് കിട്ടിയത് ആർക്കും കിട്ടിയില്ല. അപ്പം ആരായിരിക്കും ശരിയായ ഭക്തൻ? അപ്പോൾ എന്താണ് ഭക്തിയുടെ അടിസ്ഥാനം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗൃഹസ്ഥാശ്രമം. അപ്പം അതാണ് നേരത്തെ ആപ്തലവാൻ സ്വാമി പറഞ്ഞത്. ഗൃഹസ്ഥാശ്രമിക്കാണ് ഏറ്റവും എളുപ്പം, വളരെ സിമ്പിളാണ്. സന്യാസിക്ക് ജീവിതം മുഴുവൻ ജപിക്കണം, അല്ലെങ്കിൽ സാധന നടത്തണം. ആ ജപസാധനയുള്ള ജീവിതത്തിലെല്ലാം ഒഴിഞ്ഞു വെച്ച് ഒരു സന്യാസിക്ക് വാൾത്തലയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ അടുത്തെങ്കിലും എത്താൻ പറ്റൂ. കിട്ടുമെന്ന് ഉറപ്പില്ല. ഗൃഹസ്ഥൻ അതല്ല.
ഈ ഇരിക്കുന്ന ഇരിപ്പിൽ നമ്മുടെ എല്ലാ സുഖഭോഗങ്ങളോടും കൂടിയാണ് ഈ സാക്ഷാത്കാരം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഈശ്വര സാക്ഷാത്കാരം. നമ്മുടെ ഇഷ്ടം നമ്മൾ എങ്ങനെ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നു ആ ഇഷ്ടത്തിനനുസരിച്ച്. അതാണ് ഈ 3 കഥാപാത്രങ്ങളിലൂടെ നമുക്ക് ഭഗവാൻ ബോധ്യപ്പെടുത്തി. ഈ കഥകൾ കുറിക്കപ്പെട്ടതും ഈ കഥകൾ മറ്റ് തലമുറകൾ കഴിഞ്ഞ് മറ്റുള്ളവരിലേക്ക് എത്തുന്നതും ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ വഴികൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് അതിനകത്തെ കാര്യം. ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനമായും പറയുന്നത്. നമ്മുടെ സമയം അടുത്ത നിവേദ്യത്തിനുള്ള സമയമായി. ഭഗവത് കൃപ നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. നമ്മുടെ ഈ സത്സംഗങ്ങൾ മുടങ്ങാതെ നമുക്ക് പങ്കെടുക്കാൻ ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം. മറ്റെല്ലാ പരിഗണനകൾക്കും ഉപരി ഭഗവാനോടുള്ള സഖ്യം എവിടെയൊക്കെ ലഭ്യമാകുന്നു. കാര്യം മഹാഷ്ടമഹാശയൻ വചനാമൃതത്തിൻ്റെ രചയിതാവ് മഹേന്ദ്രനാഥ ഗുപ്ത മാസ്റ്റർ മഹാശയൻ പറഞ്ഞത്, ഒരു സന്യാസിയുടെ അടുത്ത് ഇരിക്കാൻ കഴിയുക എന്നുള്ള പുണ്യം അത് അങ്ങനെ കിട്ടുന്ന ഒന്നല്ല. നമുക്കതിൻ്റെ വാല്യൂ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല. ഒരു സന്യാസിയോടൊപ്പം ഇരിക്കാൻ കഴിയുക അതൊരു വലിയ പുണ്യമാണ്. ഈശ്വരനോടൊപ്പം നമുക്ക് ഇരിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞ പോലുള്ള ഒരു വലിയ പുണ്യമാണ്. ചിന്തകളിലൂടെയും നമ്മുടെ ജീവിതക്രമങ്ങളിലൂടെയൊക്കെ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ വഴികൾ സഞ്ചരിക്കാൻ നടക്കട്ടെ, അതിനൊന്നും മാറ്റമില്ല. പക്ഷേ ഒരു സന്യാസിയോടൊപ്പം സഹവസിക്കാൻ കഴിയുക എന്ന് പറഞ്ഞു, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പുണ്യം. കാര്യം ഈ പരമ്പരയുടെ ഇങ്ങേ തലക്കൽ നിൽക്കുകയാണ് ഈ സന്യാസി. ആ സന്യാസി നമുക്ക് വേണ്ടി അടുപ്പ് കൂട്ടി ഭക്ഷണം പാകം ചെയ്ത് നമ്മളെ ഭക്ഷിപ്പിക്കുക, നമുക്ക് ഊട്ടുക അപ്പുറത്ത്. ആ പരമ്പരയുടെ സന്യാസ പരമ്പരയുടെ ഇങ്ങേ തലക്കൽ നിൽക്കുന്നതാണ്. അതാണ് ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഒരു വലിയ മാർഗത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതിന് നമ്മൾ പ്രാപ്തരാകുന്നത് അങ്ങനെയാണ്. ഈ സാഹചര്യങ്ങളെ എങ്ങനെ നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നനുസരിച്ചാണ്. അതാണ് നമ്മളെ ഏറ്റവും വലിയ മോക്ഷത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പം ആ മോക്ഷപ്രാപ്തി നമ്മൾ ഒരാളിൽ കൂടെ ലഭ്യമാകുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊക്കെ അത് വ്യാപിക്കാൻ തുടങ്ങും, അറിയാതെ വ്യാപിക്കാൻ തുടങ്ങും. അത് കുടുംബത്തെ മുഴുവനും ഒരേപോലെ ഉയർത്താൻ തുടങ്ങും. അത് നമ്മൾ ഒരാളാണ് ഇതിനു വേണ്ടി ശ്രമിക്കുന്നത്. കുടുംബത്തിലെ എല്ലാവരും ഇതിനു വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ അവർ വരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ സാഹചര്യം അവർക്കുണ്ടായില്ല. അതാണ് ഭഗവാൻ ഇതൊന്നും ഒരു പരിഗണനയല്ല. നീ എവിടെ ഇരുന്നോ, എങ്ങോട്ട് വന്നോ, പോയില്ലയോ, ഇതൊന്നും ഭഗവാനെ സംബന്ധിച്ച് പരിഗണനാർഹമായ കാര്യമല്ല. എത്രമാത്രമാണ് സ്മരണ ആ കുടുംബത്തിനകത്ത് ഒരാൾ സ്മരിക്കുന്നത് പോലും എല്ലാവർക്കും വേണ്ടിയാണ്. അതാണ് അതിനകത്തെ പ്രത്യേകത. സന്യാസിമാരോടുള്ള സഹവാസം കൊണ്ട് ഉണ്ടാകുന്നതിൻ്റെ ഒരു ഗുണം അതാണ്. നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറകൾക്ക് കൂടി ആ പുണ്യം കടന്നു വരികയാണ്. കാര്യം നമ്മുടെ ഓരോ ജന്മത്തിനും നമ്മൾ അറിയാത്ത കുറേ പ്രാരാബ്ദങ്ങളും കൂടെ കൊണ്ടാണ് നമ്മളിങ്ങ് വന്നിരിക്കുന്നത്. നമ്മൾ മാത്രമല്ലല്ലോ, നമുക്ക് മുമ്പൊരു പ്രാരാബ്ദത്തിൻ്റെ കണ്ടിന്യൂറ്റി നമ്മളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. അത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്ന അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. ഈ കണ്ടിന്യൂറ്റി ആകുന്ന പ്രാരാബ്ദം എവിടെയെങ്കിലും സമർപ്പിച്ചേ പറ്റും. അതിൻ്റെ സമ്പൂർണമായ സമർപ്പണം ഏതൊരു ജന്മത്തിലാണ് സാധ്യമാകുന്നത് അന്ന് മാത്രമാണ് ആ കുടുംബത്തിന് മോക്ഷം കിട്ടുക. അല്ലെങ്കിൽ ഈ പ്രാരാബ്ദം ഇങ്ങനെ നമ്മളിൽ നിന്ന് നമ്മുടെ മക്കളിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങും. അവരിത് ഈ പ്രാരാബ്ദം നോക്കണ്ട, അവരും ഇതെവിടെയെങ്കിലും സമർപ്പിച്ചില്ലെങ്കിൽ വീണ്ടും അത് അടുത്തതിലേക്ക് പോകും. ഇതാണ് ഈ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് കിട്ടുന്ന ഒരു അവസരം നമുക്ക് വേണ്ടിയല്ല. നമുക്കിപ്പോൾ എത്ര കാലത്തേക്കാണ് ഇതിൻ്റെ ഒരു സാക്ഷാത്കാരം കൊണ്ട് നമ്മൾ എത്ര കാലത്തേക്കാണ്. പക്ഷെ അതല്ല, ഈ കണ്ടിന്യൂറ്റി നമ്മുടെ കുടുംബത്തിലെ സാക്ഷാത്കാരം അല്ല ഈശ്വര സാക്ഷാത്കാരത്തിന് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ പ്രാരാബ്ധ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ മഹാസന്യാസിമാരുടെ സാമീപ്യം കൊണ്ട് നമ്മളിവിടെ സാധ്യമാക്കുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മൾ ഒരിക്കലും പാഴാക്കരുത്. നമുക്കത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തണം. സ്വാമി കൈ കാണിച്ച് നിർത്തുന്നു. അപ്പോൾ അടുത്ത നമുക്ക് ഭഗവാന്റെ ആരതി സമയമായി. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാര വരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ.